ആമോസ് 4:11-12 സോദോം ഗോമറയുടെ മേൽ ഒരു ഉന്മൂലനാശം വരുത്തിയതുപോലെ നിങ്ങളുടെ ഇടയിൽ ഒരു ഉന്മൂലനാശം ഞാൻ വരുത്തി, കത്തുന്ന തീയിൽ നിന്നൊരു കൊള്ളി പോലെ നിങ്ങളെ വലിച്ചെടുത്തു. എങ്കിലും നിങ്ങൾ എൻ്റെ വാക്കനുസരിച്ചില്ല. ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിൻ്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇതായിരുന്നു ഇന്നലത്തെ കുറിവാക്യം, ആമോസ് 4:11-12. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഗാസ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് പ്രവചനത്തിൽ കൂടി ഇന്നലെ രാത്രി ആമോസ് 2:5 യഹൂദയ്ക്കകത്ത് ഒരു തീ അയക്കും, യെരുശലേമിൻ്റെ അരമനകളെ അത് കത്തിച്ച് കളയും. ഒക്ടോബർ 7 തീയതി സിംചത്തോർ അഥവാ സൂക്കോത്തിനകത്ത് നടന്ന സംഭവം ഇന്നലെ വരച്ച് കാണിച്ചു. 4 പ്രവചന ഭാഗങ്ങൾ ദൈവാത്മാവിൻ്റെ നിറവിൽ ഇന്നലെ തൊട്ടു. ആമോസ് 1:6-7 ഗസ നിർജ്ജനമാകും. ഇരമ്യാവ് 47:5-6-7 ഗസയ്ക്കകത്ത് തീകോളം. സെക്കരിയാവ് 9:5-6 അഷ്കലോൻ മുടിഞ്ഞു പോകും. അത് കഴിഞ്ഞിട്ട് സെഫന്യാവ് 2:4-5-6 വാക്യങ്ങൾ ഇന്നലെ തൊട്ടുവച്ചു. ഗസയിൽ ഹമാസിൻ്റെ ലീഡേഴ്സിനെ മുഴുവൻ ഇസ്രയേൽ തകർക്കുമെന്ന് ബൈബിളിൻ്റെ പ്രവചനം. അതിനോടനുബന്ധിച്ച് ഇന്നലെ രാത്രി വീണ്ടും നാം തൊട്ടുവച്ചു. ഒരേ സമയം 3 സ്ഥലത്ത് ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു. യെശയ്യാ പ്രവചനം 17:1-2 സിറിയയിൽ ഇന്നും ആക്രമണം. ഇസ്രായേൽ സിറിയ ആക്രമിക്കുന്നു. ദമ്മശേക്കിൻ്റെ മതിലുകളെ ഇടിച്ച് അതിൻ്റെ ഇരുമ്പോടാമ്പലുകളെ തകർത്ത് കളയും. അപ്പോൾ തന്നെ അരോവർ, ലെബനോൻ, ഹിസ്ബുള്ള ഇന്നലെ രാത്രി അരോവർ പട്ടണങ്ങളെ തകർക്കുമെന്ന് പറയുമ്പോൾ നാം ഇടവേളയിലേക്ക് കടന്നു. അതിനുശേഷം 4-5 വാക്യങ്ങൾ വായിച്ചു. ഒരന്തിമ യുദ്ധം നടക്കണമെങ്കിൽ ഇന്ത്യയുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞതുപോലെ ഒരു വാഹന വ്യൂഹം പോകുവാൻ ഒരു സിൽക്ക് പാത വേണം. അതാ ചൈന സിൽക്ക് കൊറിഡോർ. യെസ്റ്റർഡേ വി ആർ സ്റ്റഡിങ് യെശയ്യാ ചാപ്റ്റർ 49:12. ഇതാ അവർ വരുന്നു, കിഴക്ക് നിന്നും വടക്ക് നിന്നും സിനീം ദേശം. സിനീമ ബൈബിളിലെ ചൈന. അങ്ങനെയെങ്കിൽ ആ റൂട്ട് ഇന്നലെ ഞാൻ വരച്ച് കാണിച്ചു, റെഡ് വി മീഡിയയിലുണ്ട്. ഇന്ന് രാത്രി നാം ഇവിടെ നിൽക്കുമ്പോൾ വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിൽ അന്തിമ യുദ്ധത്തിന് വേണ്ടി വെളിപ്പാട് 16:12 എഴുതി വച്ചിരിക്കുന്നു. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി പറ്റിപ്പോവും, 6ാമത്തവൻ തൻ്റെ കലശം യൂഫ്രട്ടീസ് ടൈഗ്രീസിൽ ഒഴിക്കുമ്പോൾ കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വേണ്ടി വഴിയൊരുക്കുവാൻ യൂഫ്രട്ടീസിലെ വെള്ളം പറ്റിപ്പോയി. അതുകൊണ്ട് അട്ടട്ടാർ ഡാം ഇന്ന് തുർക്കി പണിയെന്ന്. അങ്ങനെയെങ്കിൽ ഈ കാലത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ അറബ് ലീഗിൻ്റെ മീറ്റ് സൗദി അറേബ്യ, ഒരു ദിനം പലസ്തീൻ, 2ാം ദിനം അറബ് ലീഗ്, 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒരുമിച്ചു. ഇസ്മായിലെ കൂടാരങ്ങൾ, ഏശാവിൻ്റെ മക്കൾ സൗദിയിൽ ഒരുമിച്ചു. സുന്നിയും ഷിയയും. ഒരു കാലത്ത് ഇറാൻ സൗദിയോട് കൈ കൊടുക്കാതിരുന്നപ്പോൾ ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്ന അഹമ്മദ് അൽ സയ്യിദി കഴിഞ്ഞ ദിവസം സൗദിയിൽ വന്നു. അതുപോലെ തന്നെ രജബ് തയ്യിബ് എർദോഗൻ, തുർക്കിയുടെ ഭരണാധികാരി, അവരെല്ലാം വന്ന് ഒരുമിച്ചൊരു മേശയ്ക്ക് ചുറ്റും കൂടി ബൈബിളിൻ്റെ പ്രവചനമായി യെശയ്യാ 19:23-24 അന്നാളിൽ അശൂർ മിസ്രൈമ്യർ അശൂരോടും ആരാധന കഴിക്കും. തീർന്നില്ല. അശൂരിൽ നിന്ന് മിസ്രൈമിലേക്കും മിസ്രൈമിൽ നിന്ന് അശൂരിലേക്കും പെരുവഴി ഉണ്ടാകും. അറബ് ലീഗെല്ലാം ഹമാസ് വിഷയത്തിൽ ഒരുമിച്ച് വരുമ്പോൾ അന്നാളിൽ ഇസ്രയേൽ ഭൂമിയുടെ മധ്യേ ഒരനുഗ്രഹമായിരിക്കുമെന്ന് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് യുദ്ധം അവസാനിക്കത്. അപ്പോൾ തന്നെ എസക്കേലിലേക്ക് ഇന്നലെ രാത്രി മടങ്ങി വന്നു. ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കാന്തൻ വരും. എസക്കേൽ 21, 26, 27. അതങ്ങനെ ഇരിക്കയില്ല, മകുടം നീക്കി കിരീടമെടുത്ത് കളഞ്ഞ് താഴ്ന്നതിന് ഉയർത്തും, ഉയർന്നതിന് താഴ്ത്തും. ഇവിടുത്തെ താഴേക്കിടയിലുള്ള കുഞ്ഞുങ്ങൾ ഭരണത്തിലെത്തുമെന്ന് ഇന്നലെ ഞാൻ വരച്ചു കാണിച്ചു. അതിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ പ്രവാചകനോട് സ്വർഗ്ഗം അരുളപ്പാട് കൊടുക്കുന്നു. ഇത് കാണുമ്പോൾ ഉന്മൂലനാശം കണ്ടു. 14 മുതൽ 17 വരെ 1ാം ലോകമഹായുദ്ധം. 2 ഉന്മൂലനാശം 39 മുതൽ 45 വരെ 2ാം ലോകമഹായുദ്ധം. 3ാമത്തെ ഉന്മൂലനാശം അതിനകത്ത് എഴുതിയിട്ടുണ്ട് എസക്കേലിൽ. അവിടം വരെ ഉപദേശിമാർ വായിച്ച് അവസാനിപ്പിക്കും. എന്നാൽ അതിൻ്റെ താഴെ മനോഹരമായ ദൈവസഭയുടെ പ്രത്യാശയുടെ ദൂത്, അത് വരുന്നതിന് മുമ്പ് അവകാശമുള്ളവൻ തൻ്റെ മക്കളെ ചേർക്കാൻ മധ്യാകാശത്തിൽ വരും. ബിഫോർ 3rd വേൾഡ് വാർ കാഹളനാദം മധ്യാകാശത്തിൽ മുഴങ്ങും. അതിനാസ്പദമായി അന്തിമയുദ്ധം യെരുശലേമിലേക്കാണ് ഇന്ന് രാത്രി പ്രതിപാദിക്കുന്നത്. മത്തായി 23:37 യെരുശലേമേ, പ്രവാചകന്മാരെ ചവിട്ടിക്കളയും, നിന്റെ അടുത്ത് വന്നവരെ ഉപദ്രവിക്ക്, പക്കയായ കാതലായ ഉപദേശങ്ങൾ കൈക്കൊള്ളാതെയും വരുന്ന യെരുശലേമേ, കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൽ മറച്ച് കാക്കുന്ന
കാക്കുന്നത് പോലെ നിൻ്റെ മക്കളെ മറച്ച് കാക്കാൻ എനിക്ക് മനസ്സായിരുന്നു, അവർക്കോ മനസ്സില്ലായിരുന്നു. യെരൂശലേം നിലവിളിക്കും. ഇന്നലെ രാത്രി ഷൈജുവും കർത്തൃദാസനും പറഞ്ഞുള്ള 2 ഭവനത്തെപ്പറ്റി യേശു ക്രിസ്തുവിൻ്റെ ഗിരി ഇന്ന് രാത്രി സൂചിപ്പിച്ചതുപോലെ കള്ള് കുടിച്ച് കഞ്ചാവ് ഓടിച്ച് ലോകത്തിൻ്റെ മോഹങ്ങളിലും പോയി സുവിശേഷ പ്രവർത്തകരെ അപമാനിച്ച് കുറേ നാളുകളായി ഇവരിത് പറയുന്നു. തീ വരും വെളിപ്പെടുമെന്ന് പറയുമ്പോൾ അതറിയാതെ ലോകയുടെ കാലത്തും ലോത്തിൻ്റെ കാലത്തും ജീവിച്ചതുപോലെ വിറ്റും നട്ടും കുടിച്ചും കൊടുത്തും കടന്നു പോകുന്ന ഈ മണലിന്മേൽ അടിസ്ഥാനമിട്ട ഭവനമെല്ലാം ഇവിടെ വീഴും. അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. രാത്രി ബുദ്ധിമാൻ്റെ യാത്ര മേൽപോട്ടാകുന്നു, അവൻ്റെ കീഴെ പാതാളം. അവനെ വിട്ടൊഴിഞ്ഞെങ്കിൽ 2 ടിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിൽ പോയി കിട്ടുമ്പോൾ 1 ടിക്കറ്റ് പ്ലാറ്റ്ഫോമും മറ്റേത് സ്ലീപ്പറുമെങ്കിൽ ഇവിടുത്തെ ടിക്കറ്റ് കൈ ഉയർത്തിയാൽ ഇവിടെ നിൽക്കും. പക്ഷേ രക്ഷയുടെ പെട്ടകത്തിൽ കടക്കുന്നവരെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി കാന്തൻ മധ്യാകാശത്തിൽ വരും. 2 മണിക്കൂർ ഇന്നലെ രാത്രി പ്രഭാഷണമായിരുന്നു. ഇന്ന് 11 വാക്യങ്ങൾ പ്രവചനത്തിൽ കൂടി. ഞാൻ പ്രത്യേകിച്ച് പറയാറുണ്ട്, ഞാൻ ഈ വിളിക്കുന്നവരോട് ക്ലിയറായിട്ട് പറയാറുണ്ട്, ഇത് പെന്തിക്കോസുകാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല പാസ്റ്ററെ, തങ്കച്ച പാസ്റ്ററോട് പറയുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൺവെൻഷൻ 1 മണിക്കൂർ മാത്രം. സ്വോത്രം. ദേ പോയി ദാ വന്നു. സ്വോത്രം. എന്നെ ഈ സെൻട്രൽ കൺവെൻഷൻ വിളിക്കാതെ, അത് IPC-കാരാവട്ടെ ചർച്ച കൂടുകയാവട്ടെ, എനിക്കൊരു വിഷയമില്ല. എനിക്ക് മൈക്ക് തന്നാൽ 2 മണിക്കൂർ പ്രഭാഷണം ഇല്ലേ വിളിക്കേണ്ട. സ്വോത്രം. ഈ ലോകം മൊത്തം വ്യക്തിയാണ്. അതാണ് ഈ സുവിശേഷ മഹായോഗം. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ രക്ഷയുടെ ദൂത് പറയുന്നത്. ഇന്നലെ രാത്രി കോവിഡിനെ പറ്റി ഒന്നുവിൻ്റെ ലക്ഷണങ്ങൾ 2 ചാലുകൾ കൂടി പറഞ്ഞ് ഇന്ന് രാത്രി സക്കരിയ പ്രവചനത്തിലേക്ക് അടക്കം. നമ്പർ 1, ഇന്ന് രാത്രി കേട്ടോണേ. കോവിഡ് കാലത്ത് നാം എല്ലാം ഇവിടെ ഇരുന്നപ്പോൾ സുന്ദരമായൊരു കെട്ടിടം പണിഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു വ്യാപാര സമുച്ചയം, അതിൻ്റെ പേരാ ട്രേഡ് ബാബിലോൺ. ഇറാഖിൻ്റെ തുറമുഖം, അതിൻ്റെ പേരാ ബാഗ്ദാദ് ടു നജം ഫെർബേൽ, വലിയൊരു ഹൈവേയാണ്. അവിടെ ജപ്പാനിൻ്റെ കാശ് മേടിച്ചുകൊണ്ട് 2009 ഇറാഖിൻ്റെ സ്ഥാനം ഒഴിഞ്ഞ പ്രധാനമന്ത്രിയായി നൂറി അൽ മാലിക്, അദ്ദേഹം ആ ജപ്പാനിൽ 60,000 $1 ബില്യൺ കടമെടുത്തുകൊണ്ട് ഇന്ന് രാത്രിയും ഒരു കെട്ടിടത്തിൻ്റെ പണി നടക്കുന്നു, ട്രേഡ് ബാബിലോൺ. ആ ബാബിലോണിന് കൈ കൊടുക്കാൻ വേണ്ടിയ കോവിഡ് കാലത്ത് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ആദ്യമായി ഇറാഖിലെത്തി. മറ്റൊരു രാജ്യത്തിൽ ആദ്യമായി എത്തുന്നത് വരാൻ പോകുന്ന വ്യാപാര സമുച്ചയം കോവിഡിൻ്റെ മറവിൽ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒരു കാലത്ത് കഴക്കൂട്ടം മുതൽ ഏകദേശം 87 ഞാൻ കാര്യവട്ടത്ത് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന 87 മുതൽ ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോൾ എനിക്കറിയാം, കഴക്കൂട്ടം മുതൽ ഇന്നത്തെ ചാക്കയും കോവളം വരെ കണ്ടൽക്കാട് പിടിച്ചു പറിക്കാർ ഒരു മനുഷ്യനും അതിലെ കൂടെ പോകത്തില്ല. സ്വോത്രം. ഇന്ന് സ്റ്റേറ്റ് ഹൈവേക്കാലും നല്ലതാ കഴക്കൂട്ടം മുതൽ എവിടെ കോവളം വരെ. എത്ര മാളുകൾ വന്നെന്നറിയാമോ? ട്രാവൻകൂർ വന്നു, ലൂലു വന്നു, അത് കഴിഞ്ഞിട്ട് റിലയൻസ് വന്നു, മോർമോർ വന്നു. ഇനി ഒരെണ്ണവും കൂടെ വന്നാൽ തിരുവനന്തപുരത്തേരെല്ലാം ശരി. അതിൻ്റെ പേരാ വാൾമാർട്ട്, ഇസ്രയേലിൻ്റെ. ബാക്കിയുള്ളവൻ്റെ എല്ലാം കുറ്റിയും കിടക്കുകയും പോകും. സ്വോത്രം. അവനെ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ ഈ മാളിനെല്ലാം ഒരു മദർ മാളുണ്ട്. ഈ വഴിത്താരയിൽ മലയൻകാവും അതുപോലെ തോലടിയും ചെറിയ കൊല്ലയും പുലിയൂർശാലയും പനച്ചുമൂടും സപ്ലൈകോയും മാവേലി സ്റ്റോറും നിങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ക്വാർട്ടേഴ്സ് നിങ്ങൾ ആരും അധികം കണ്ടിട്ടില്ല. ഇതിൻ്റെ മെയിൻ ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം വള്ളക്കടവിലാണ്. അവിടുന്ന് ഈ സാധനങ്ങൾ ഓരോടിപ്പെട്ട് സോർട്ട് ഔട്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് കാണുന്ന സാധാരണ മാളുകളുടെ മെയിൻ മാൾ എവിടെ പണിയുന്നറിയാമോ? ഇറാഖിനകത്ത് പണിയുന്നു. ചിലർ തെറ്റിദ്ധരിക്കുന്നു സൗദി അറേബ്യയിലെ നിയോം സിറ്റി. നോ, സൗദി അറേബ്യയിലെ നിയോം അല്ല. എതിർ ക്രിസ്തുവിൻ്റെ മാൾ ഉൽപ്പത്തി 11 അവർ ഷീനാർ ദേശത്ത് അവർക്കൊരു വീട് പണിഞ്ഞതുപോലെ ആ പഴയ ബാബയിൽ തിരിച്ചു വരും. ഈ മാളിൻ്റെ പ്രത്യേകത ദൈവമക്കളൊന്ന് മനസ്സിലാക്കണം. ഇവിടെ സകല സാധനങ്ങളും കിട്ടും. വെളിപ്പാട് 18-11. ഇനി ഇവിടെ എവിടെങ്കിലും വരുമ്പോൾ മഗദിയാം ബാബിലോണിനെ പറ്റി പ്രസംഗിക്കുമ്പോൾ അത് പറയാം. വെളിപ്പാട് 18-11 ഭൂമിയിലെ വ്യാപാരികൾ പൊന്നെ മുത്തേ കൊന്തിരിക്കം, അത് കഴിഞ്ഞിട്ട് നേരിയ തുണി ആട്ടിയ മാവ്. അതിൻ്റെ അപ്പുറത്ത് വേറൊരു കാര്യം എഴുതിയിട്ടുണ്ട്, മനുഷ്യൻ്റെ പ്രാണൻ, മനുഷ്യൻ്റെ ദേഹം, മനുഷ്യൻ്റെ ജീവൻ, ഇതെല്ലാം മാളിൽ വിൽക്കപ്പെടും. കണ്ടോ? ഇന്നൊരു മനുഷ്യന് കാരക്കോണത്ത് ആക്സിഡൻറ്റ് പറ്റിയാൽ ഒരു മനുഷ്യൻ്റെ ഓർഗൺ മാക്സിമം ഐസ് ക്യൂബിനകത്ത് നമ്മൾ പ്ലാസ്റ്റിക്കിൽ കവർ ചെയ്താൽ 12 മണിക്കൂറേ ആ ഓർഗന് ചലനമുള്ളൂ. പക്ഷേ കാലം മാറി. ഇന്ന് സയൻസ് ഒരു സാധനം കണ്ടുപിടിച്ചു, അനിമാറ്റിക് ഫ്ലൂയിഡിൻ്റെ പ്രത്യേകത 14 വർഷം ഒരു മനുഷ്യൻ്റെ അവയവം അനിമാറ്റിക് ഫ്ലൂയിഡിലടുത്ത് വച്ചിരിക്കാം. പഴയ കാലത്ത് മനുഷ്യർക്കറിയാം, പണ്ട് ഞങ്ങളുടെ അമ്മച്ചിമാർ ഈ തോട്ട കൊണ്ട് നാട്ടുമാങ്ങ മുഴുവൻ വലിച്ചിട്ടതിന് ശേഷം നാട്ടുമാങ്ങ എല്ലാം ഒന്ന് റെഡിയാക്കി വലിയ ഭരണിയിലോട്ടിടും. കുറച്ച് ഉപ്പും പാരും, പിന്നെ അത് 2 കാന്താരിയും കൂടി ഇട്ട് ഒറ്റ അടപ്പ്, അതിൻ്റെ മേളിൽ തുണിയും കിട്ടും. പിന്നെ 6 മാസത്തേക്ക് തുറക്കത്തില്ല. 6-ാം മാസം തുറന്നിട്ട് യവനെ ഞെവിടി പഴങ്ങഞ്ഞു കുടിക്കുമായിരുന്നു. സന്തോഷമില്ലല്ലോ, ഒരു കുഴപ്പമില്ലാതെ 6 മാസം അതിനകത്ത് കിടക്കുമായിരുന്നു. അതുപോലെ തന്നെ മനുഷ്യൻ്റെ അവയവം എടുത്ത് 14 വർഷം സൂക്ഷിപ്പാൻ അനിമാറ്റിക് ഫ്ലൂയിഡ് ഇന്ന് റെഡിയായി കഴിഞ്ഞു.
അതാ ഇലന്തൂരിലെ വിഷയമൊക്കെ വന്നപ്പോൾ മനുഷ്യൻ്റെ അവയവ കച്ചവടം കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ പച്ച മനുഷ്യനെ പിടിച്ചെടുത്ത് അവയവം കൈക്കലാക്കി ഇനി നമ്മൾ ഇവിടെ കാരക്കോണത്ത് നമ്മുടെ പിന്നെ സോമർവെൽ മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഇവിടെ വെള്ളറട ദേവി ഹോസ്പിറ്റലിലൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. അവയവ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. ക്രോസ് മാച്ചിൻ്റെ പേപ്പർ കൊടുത്താൽ ബൈബിളിനകത്തുണ്ടോ അന്ത്യദിനത്തിൽ ഒരു മാൾ വരും. സക്രിയ പ്രവചനം 5:11. അവർ അവൾക്ക് ഷീനാർ ദേശത്ത് ഒരു വീട് പണിമാൻ പോകുന്നു, അത് പണിഞ്ഞാൽ അവളെ സ്വസ്ഥാനത്താക്ക്. യോഗത്തിൻ്റെ പരിസമാപ്തിയിൽ മൊബൈൽ ഞെക്കുമ്പോൾ അറിയാം ട്രേഡ് ബാബിലോൺ കോവിഡിൻ്റെ മറവിൽ. രണ്ടാമത്തെ സംഭവം, ഇന്ന് രാത്രി നമ്മൾ വോയിസ് ഓഫ് സ്തുതിയുടെ കൺവെൻഷനിലിരിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ പൂർണ്ണമായി മടങ്ങി പോകുന്നു. കേട്ടോണേ, കോവിഡിൻ്റെ മറവിൽ 1 ലക്ഷം പേർ പോയി. അമേരിക്ക, കാനഡ, ഫ്രാൻസ്, ഓസ്ട്രേലിയ, ഇംഗ്ലീഷ് രാഷ്ട്രങ്ങളിൽ നിന്ന് പലരും കടന്നുപോയി. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ നിന്ന് 265 പേർ കോവിഡിൽ ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോയി. എയർ ഇസ്രായേലിൻ്റെ വിമാനം കടന്നു വന്നു. ഇന്ന് 25 പേരോ മറ്റോ ബാക്കി ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ എത്യോപ്യയിൽ നിന്ന് അനവധി പേർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ ഹമാസ് പ്രശ്നം വന്നപ്പോൾ സകലരും കടന്നു പോയത്. ഇസ്രായേലിലെ സുന്ദരമായ ഒരു എയർപോർട്ടുണ്ട്, ഡേവിഡ് ബെൻഗൂറിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളം. അവിടെ വന്നിറങ്ങുന്നവർക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യുന്നു. അതിൻ്റെ പേര് റോഷ് ഹോഷന്ന ഗ്രൂപ്പ്. ഇവിടെ കൺവെൻഷൻ വന്നപ്പോൾ കുഞ്ഞുങ്ങൾ സീറ്റ് കസേരത്തോടെ ചെരുത്തിയതുപോലെ മടങ്ങി വരുന്ന യഹൂദന് വേണ്ടി വീടുകൾ ശരിയാവുന്നു. ദാവീദും ഗോലിയാത്തും ഏറ്റുമുട്ടിയ ഒരു താഴ്വരയുണ്ട് ഇസ്രായേൽ. അന്ന് ബൈബിളിൽ ഏലാ താഴ്വര. Nowadays the Israel is saying the beautiful city എലാത്ത് എന്നതൊരു പേര് വിട്ടു, ഒരു ഡിസ്ട്രിക്റ്റുമാക്കി ഇസ്രായേൽ എലാത്ത്. അവിടെ കേരളത്തിലെ ലൈഫ് മിഷൻ വീട് പണിയുന്നതല്ല, മടങ്ങി വരുന്ന യഹൂദന് വേണ്ടി ആയിരക്കണക്കിന് വീട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? യഹൂദൻ മടങ്ങി വരുന്നു. യഹൂദൻ ഒരു ദേവാലയം. വരാൻ പോകുന്ന 3-ാം ലോക മഹായുദ്ധം. ബൈബിളിൻ്റെ സൂക്തങ്ങൾ ഇവിടെ നിവർത്തി. എസെക്കിയേൽ 36:24. നിങ്ങൾ ചിതറിപ്പോയ ദേശത്തു നിന്നും ലോകരാജ്യങ്ങളിൽ നിന്നും അവസാനമായി നിങ്ങൾ മടക്കി വരുത്തിയ ഇസ്രായേൽ ദേശം നിങ്ങളുടെ കരങ്ങൾ തരും. കോവിഡ് അനന്തരലോകം. ഒരു രാത്രി കൂടി ദൈവത്തിൻ്റെ ദാസനാകുന്ന ഞാൻ നിങ്ങളുടെ കരങ്ങൾ പിടിച്ചിരിക്കുന്ന ബൈബിളും സത്യവചനം ഏറ്റെടുത്ത ദൈവമക്കൾ ഈ രാത്രി പറയും, കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിൽ ചക്രം ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായി വിട്ട് അനന്തനിത്യയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എൻ്റെ നാഥൻ മധ്യാകാശത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി സ്വർഗ്ഗമുഖത്തേക്ക് നോക്കി പറയൂ, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുവേ. കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. മലയങ്കാവേ തോലടിയേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. എല്ലാ ബൈബിളും തുറക്കാം. സക്രിയ പ്രവചനം 12-ാം അധ്യായം 2-3 വാക്യങ്ങൾ. സക്രിയ ചാപ്റ്റർ 12 വേഴ്സ് 2 and 3. കുഞ്ഞുങ്ങളെല്ലാം ബൈബിൾ തുറന്നാട്ടെ. സക്രിയ പ്രവചനം 12:2-3 പഠനത്തോടു കൂടി ഇന്ന് രാത്രിയിലെ വചന പ്രഭാഷ. സക്രിയ 12:2-3 വായിക്കാം. മൈക്കിൽ കൂടി വായിച്ചാട്ടെ മോളെ. സക്രിയ പ്രവചനം 12:2-3 വാക്യങ്ങൾ. അന്നാളിൽ വായിച്ചു തുടങ്ങിയോ. ഞാൻ യെരൂശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കും. കുഞ്ഞു വായിക്കുന്ന ഭാഗങ്ങൾ കൃത്യമായി നോട്ട് ചെയ്യണം. 1 ജെറുസലേം, 2 പരിഭ്രമ പാത്രം. വായിച്ച മോളെ അടുത്ത ഭാഗം. യെരൂശലേമിന്റെ നിരോധനത്തിങ്കൽ അത് യഹൂദയ്ക്കും വരും. യഹൂദ പശ്ചിമേഷ്യ മുഴുവൻ നിലവിളിക്കുന്ന ഒരു കാലം വരും. അടുത്ത വാക്ക്. അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. 3-ാമത്തെ കാര്യം. നമ്പർ 1 ജെറുസലേം, the second one പരിഭ്രമപാത്രം, the third one ഭാരമുള്ള കല്ല്. അടുത്ത വാക്ക്. അതിനെ ചുമക്കുന്നവരൊക്കെയും. ഈ വിഷയത്തിൽ ആരൊക്കെ ഇടപെടുന്നോ അവരെല്ലാം വായിച്ചാട്ട് മക്കളെ കഠിനമായി മുറിവേൽക്കപ്പെടും. 5-ാമത്തെ ഒരു ഭാഗം ഈ രാത്രിയിലെ ചിന്ത. അതിനെതിരെ വായിച്ചാട്ട് മക്കളെ ഭൂമിയിലെ സകല ജാതികളും. അത് മാത്രമല്ല സകല ജാതികളും, യഹൂദനല്ലാത്ത സകലരും യവന്റെ പുറകെ വരുമെന്ന്. സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. ആ റാലികള് ഇന്ന് കോഴിക്കോടും തിരുവനന്തപുരം മാനാഞ്ചിറയൊക്കെ നടക്കുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ജെറുസലേം പരിഭ്രമപാത്രം, ജെറുസലേം ഭാരമുള്ള കല്ല്. ജെറുസലേമിനെതിരെ ജാതികൾ വിരോധമായി കൂടി വരും. അതിനെ ചുമക്കുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. കണ്ണുകൾ ഒരു നിമിഷം കൂടി മൂടാം. മഹത്വവാനായ ദൈവത്തിന് സ്തുതി കരയറ്റാം. എല്ലാ അതരങ്ങളും ചില മിനിറ്റുകൾ പരിശുദ്ധാത്മാവിൽ സ്തുതി എന്ന സ്തോത്രമെന്ന യാഗത്തെ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി ചില നിമിഷങ്ങൾ ദൈവത്തെയായ
സ്തുതിക്കാം. സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ചതഞ്ഞ ഓടമുടയ്ക്കാത്ത ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത ദൈവം, ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കരുണാമയനായ ദൈവത്തിൻ്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ള ഒരു കൂട്ടം ഗ്രൗണ്ടിനകത്ത് അതരം തുറന്ന് ദൈവത്തെ ആരാധിച്ചാട്ടെ. ഈ മിനിറ്റുകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങി വരട്ടെ. കൊയ്ത്തുകാലത്ത് യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊടുക്കും. പഴയ നിയമത്തിൻ്റെ മരണത്തിൻ്റെ നദിയായ യോർദാൻ്റെ വക്കത്താരെങ്കിലും കാൽച്ചവട്ടിയാൽ എക്കലിനകത്ത് അവരുടെ കാലുകൾ പുതഞ്ഞുകൊണ്ട് അവർ മറുകര കടക്കയില്ലെന്ന് യോർദാൻ്റെ തിരമാലകൾ വാതുവെച്ചിരിക്കുക. എന്നാൽ മോശയ്ക്ക് ശേഷം ദൈവം ഒരുവനെ തെരഞ്ഞെടുത്ത്, അവൻ്റെ പേരാ യോശുവ പറഞ്ഞൊരു കാര്യമുണ്ട്, സാറേ എനിക്ക് PhD ഇല്ല, ഡോക്ടറേറ്റ് ഇല്ല, 10,000ങ്ങളുടെ നടുവിൽ നിന്ന് പ്രാതിഥ്യമൊന്നും എനിക്കില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ മോശയുടെ കീഴിൽ കട്ടൻ ചായ ഓടിച്ച സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഭാരപ്പെടേണ്ട കുഞ്ഞ്, മോശയോട് കൂടെ ഇരുന്നത് പോലെ എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഈ രാത്രിയ വചനം ചങ്കിനകത്തോട്ടങ്ങ് ഇറങ്ങി ചെല്ലട്ടെ. മോശയെ നയിച്ച ദൈവം യോശുവയുടെ കരങ്ങളിൽ ഒരു അധികാരത്തിൻ്റെ കൈമാറ്റത്തിൻ്റെ താക്കോൽ കൊടുത്തതുപോലെ ഈ സ്തുതിയുടെ ജനറൽ കൺവെൻഷനിൽ രണ്ടാമത് കൺവെൻഷൻ അവസാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ ചില അധികാരത്തിൻ്റെ കൈമാറ്റം ഏറ്റെടുത്തിട്ട് ഈ ഗ്രൗണ്ടിനകത്ത് നീ പുറത്തു പോകാവൂ. ദൂത് മാത്രം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഒരധികാരത്തിൻ്റെ ശക്തിയുമായി പട്ടണങ്ങളിൽ രാജ്യങ്ങൾ സുവിശേഷത്തിൻ്റെ ദൂതുമായി പോകുവാൻ പരിശുദ്ധാത്മാവ് എന്നെ ബലപ്പെടുത്തുമെന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ളൊരു ഗണം ഇതിനകത്ത് പരിശുദ്ധാത്മാവ് വേർതിരിക്കട്ടെ. മോശയുടെ ശേഷം യോശുവ 5 കാര്യം ചെയ്തു. 1 പാളയത്തിനകത്ത് വചനം, 2 ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു, 3 ജനത്തിന് വിശുദ്ധിയുടെ സൂക്തങ്ങൾ പറഞ്ഞു കൊടുത്തു, 4-മത്തെ കാര്യം പറഞ്ഞു, നാളെ യഹോവ നമ്മുടെ ഇടയിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കും. ഇതാ വിശ്വാസത്തിൻ്റെ നായകൻ, പൂർത്തി വരുത്തുന്ന സർവശക്തൻ്റെ മുഖത്തേക്ക് നോക്കുന്നവൻ്റെ അകത്തളങ്ങളിൽ എപ്പോഴും ആശ്വാസത്തിൻ്റെ പൊൻകിരണമുണ്ട്. ആഴി എന്തെന്നറിയാതെ, ആഴമെന്തെന്നറിയാതെ ഒരു കൂട്ടം ദൈവദാസന്മാർ പ്രഭാതത്തിൽ ഹല്ലേലൂയ തോളിനകത്ത് നിയമത്തിൻ്റെ പെട്ടകവുമായി മരണനദിയായി യോർദാൻ്റെ മുൻപിലേക്ക് കാല് വെക്കുവാനിടയായി. ചില നിമിഷങ്ങൾ കഴിഞ്ഞാൽ അവർ വിചാരിച്ചു അവരുടെ കാല് പൊതഞ്ഞു പോകും. എന്നാൽ വചനം ഏറ്റെടുത്ത് ഹല്ലേലൂയ അത്ഭുതത്തിൻ്റെ ദൂതുമായി നടന്നിറങ്ങിയ ദൈവ കുഞ്ഞുങ്ങളുടെ കാൽ യോർദാൻ്റെ വക്കത്ത് കാൽ ചവിട്ടിയപ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഈജിപ്തിലെ അരാബായിൽ ദൈവം ഉപ്പുവെള്ളത്തെ ചിറപോലെ കെട്ടി നിർത്തി. ശംദര ദിഗജാന ബൗഡാരഭ ശംദുരെ, നാളുകളായി നീ മറുകര കടക്കുകയില്ല, നിന്റെ കുടുംബത്തിനകത്ത് ഭാവി വരികയില്ല, നിന്റെ മക്കളെ തകർക്കുക, നിന്റെ മിനിസ്ട്രിയെ തകർക്കുവാൻ ദൂട്ട പിശാച് ഏതൊക്കെ തിരമാലകളും ഏതൊക്കെ പൊതയിലുകൾ നിന്റെ നടുവിൽ കൊണ്ടുവന്നാൽ അതിൻ്റെ നടുവിൽ ഇന്ന് രാത്രി നിന്നെ അക്കര കടത്തുക. ഇസ്രയേലിൻ്റെ പാളയത്തിനിറങ്ങി വന്ന കരം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ഇന്ന് രാത്രി നീ ഇവിടെ ആരാധിക്കുമ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരുക. ഈ രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. മൂലമറ്റത്തൊരു ടർബൈൻ കറങ്ങുമ്പോൾ ഹല്ലേലൂയ, ഇന്ന് രാത്രി വെള്ളറുടെ ഹൈമാസ് ലൈറ്റ് കത്തുമെങ്കിൽ അതിലും വേഗത്തിൽ സഞ്ചരിക്കുന്ന പവർ ഓഫ് ദ വേർഡ് ഓഫ് ദ ഗോഡ്, വചനത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി ഇവിടെ പെയ്തിറങ്ങുമ്പോൾ നിന്റെ തലമുറകൾക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ അന്ധകാര മന്ത്രവാദ ശക്തികൾ കെട്ടിവെച്ച മതിലുകളെ തകർക്കുക. ഈ കൺവെൻഷൻ കൂട്ടത്തിനകത്ത് ഒരു അമിതബലം പകരുന്ന രാത്രിയ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായു ഇന്ന് രാത്രി ഞാൻ ഒരു അമിതബലം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാത്രി കൺവെൻഷൻ പറയണത് എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ഞായറാഴ്ച രാത്രി അവസാനിക്കുന്നതിന് മുമ്പ് എൻ്റെ രോഗക്കെട്ടുകളെ തകർക്കുവാൻ, എൻ്റെ ശാപങ്ങളെ തകർക്കുവാൻ, എൻ്റെ തലമുറകളെ മൂടുന്ന, എൻ്റെ മിനിസ്ട്രിയെ നേരിടുന്ന അന്ധകാരങ്ങളെ തകർക്കുവാൻ ഇന്ന് രാത്രി ദൈവകാരം ഈ ദിവസങ്ങളിൽ എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരുമ്പോൾ മതിലുകൾ തകർത്തുകൊണ്ടൊരു വിജയം പാടുക. എൻ്റെ രോഗക്കെട്ടുകളെ വലിച്ചെറിഞ്ഞുകൊണ്ട് പൂർണ്ണ സൗഖ്യത്തോട് ഈ ഗ്രൗണ്ടിൽ നിന്ന് കടക്കുവാൻ ഇസ്രയേലിൻ്റെ പാളയത്തിനകത്തിറങ്ങിയ കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപാദപീഠത്തിൽ വരുന്നു. കഴിഞ്ഞ രാത്രി മുറ്റുമായി ഞങ്ങളെ അനുഗ്രഹിച്ച നല്ല കർത്താവ് നിയമത്തിൻ്റെ പെട്ടകവുമായി ഞങ്ങളുടെ നടുവിലേക്ക് വന്നിട്ടുണ്ടല്ലോ. ഇന്ന് രാത്രി ഈ പട്ടണത്തിനകത്ത് അങ്ങയുടെ ദിവ്യ ശബ്ദം പെയ്തിറങ്ങുമ്പോൾ അഗ്നിജ്വാലകളെ പൊട്ടിക്കുന്ന ദൈവശബ്ദം, മാൻപേടകളെ പ്രസവിക്കുന്ന ദൈവശബ്ദം, കാദേശ് മരുഭൂമിനെ നടുക്കുന്ന ദൈവശബ്ദം, ഇന്ന് രാത്രി ആ ശബ്ദം ഇവിടെ പെയ്തിറങ്ങുമ്പോൾ ലെബനോനിലെ ദേവദാരുക്കളെ തോൽ ഉരിച്ചു മാറ്റിയതുപോലെ ചില മദ്യപാനികൾ യേശുവിനെ കാണുവാൻ, ചില മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ യേശുവിനെ കാണുവാൻ, തകർന്ന ജീവിതങ്ങൾ കാൽവറിയിലേക്ക് നോക്കി രക്ഷ പ്രാപിപ്പാൻ ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ രണ്ടാമത് രാത്രി അങ്ങയുടെ തിരുക്കരങ്ങൾ തരുന്നു. 6 മുതൽ 10 വരെ മഴയൊന്നും പെയ്യാതെ ദേശത്തിൻ്റെ മധ്യ ഒരു കൊട അങ്ങ് അന്തരീക്ഷത്തിൽ വിരിച്ച് ഞങ്ങളെ കാക്കണം. ഈ കൺവെൻഷൻ്റെ പിൻപിൽ അധ്വാനിക്കുന്ന കുഞ്ഞുങ്ങൾ, ഓരോ കാര്യം ചെയ്യുന്ന ദൈവമക്കളെല്ലാം ദൈവത്താൽ കാക്കപ്പെടട്ടെ. ഈ മിനിസ്ട്രി എന്ന് രാത്രി സ്വർഗം കാക്കണമേ. വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ ദുഃഖ
ദുഃഖങ്ങൾ മാറുക, പ്രയാസത്തോടെ വന്ന മാതാപിതാക്കളുടെ പ്രയാസങ്ങൾ മാറുക. അടിപ്പിണരൻ്റെ കരം ഈ രാത്രി ചലിക്കട്ടെ. ഒരു ദിനം കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഇവിടെ ഉയരുതപ്പച്ച. ക്രൂശിക്കപ്പെട്ട നാഥൻ്റെ നാമം മാത്രം ഈ ദിനങ്ങളിൽ ഇവിടെ ഉയരണം. ആദിയോടന്തം തിരുസാന്നിധ്യത്തിൽ മറയ്ക്കും കുഞ്ഞുങ്ങളെ വിടുതലോടെ ഈ രാത്രി കടത്തും. മഹത്വവും പുകഴ്ചയും അങ്ങയ്ക്ക്. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമീൻ. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇനി ശ്രദ്ധയോടെ നിങ്ങളൊരു കഥ കേൾക്കുന്നത് പോലെ മുൻപോട്ട് പോകുക. കുഞ്ഞു വായിച്ചത് സഖറിയ പ്രവചനം. ശ്രദ്ധയോടെ ഇരിക്കണേ. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു പഴയ നിയമഭാഗങ്ങളിൽ 39 പുസ്തകങ്ങൾ, അതിൽ 17 പരം പ്രവചനങ്ങൾ, വലിയ പ്രവചനങ്ങൾ നിങ്ങളോട് ഇന്നലെ രാത്രി ഞാൻ പങ്കുവച്ചു. ഇരമ്യാവും യെശയ്യാവും, അത് കഴിഞ്ഞ് എസെക്കിയേലുമാ. മധ്യ പ്രവചനങ്ങൾ 4 എണ്ണമാ. അതിലൊരെണ്ണമാ സഖറിയാവും, മറ്റൊന്ന് ആമോസ്, മറ്റൊന്ന് ഹോശയ്യ, മറ്റൊന്ന് ദാനിയേൽ. തുലവും ചെറിയ പ്രവചനങ്ങൾ. താഴോട്ട് വരുന്ന നഹൂമുണ്ട്, ഹബക്കൂക്കുണ്ട്, മീഖയുണ്ട്, യോവേലുണ്ട്, ഒബദ്യാവുണ്ട്, മലാക്കിയുണ്ട്. ഇന്ന് രാത്രി വായിച്ചത് സഖറിയ പ്രവചനം. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെങ്കിൽ 2550 കൊല്ലം മുമ്പ് ഭക്തനായ സഖറിയ എഴുതിയതാ സഖറിയ പ്രവചനം. 14ഓളം അധ്യായങ്ങൾ, ഇതിനകത്ത് 256 വാക്യങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ ജനനവും ജീവിതവും അന്ത്യദിനങ്ങളും മടങ്ങിവരവും ജെറുസലേമും എല്ലാം കൂട്ടിക്കൊടിച്ചെഴുതി വച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവചനദൂത സഖറിയ പ്രവചനം. കുഞ്ഞു വായിച്ചത് 12-ന്റെ 2-3. അന്നാളിൽ ജെറുസലേം പരിഭ്രമപാത്രം, ഭാരമുള്ള കല്ല്, ജാതികൾ വിരോധമായി കൂടി വരും, അതിനെ ചുമക്കുന്നവർ കഠിനമായ മുറിവേൽക്കപ്പെടും. കടക്കാം ജെറുസലേമിൻ്റെ കഥയിലേക്ക്. പഴയ നിയമം ഉൽപ്പത്തിയിലെ 1. ആദിയിൽ ദൈവം ആകാശം ഭൂമി, ഭൂമി പാഴും ശൂന്യവും ഇരുൾ ഭൂതലത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു. അതിന് സയൻസ് മൂലഭാഷ യൂണിവേഴ്സ്, അല്ലെങ്കിൽ ആദ്യത്തെ പ്രപഞ്ചം കാസ്മോസ്. ആദ്യം ദൈവം സൃഷ്ടിച്ചത് പ്രപഞ്ചത്തെ, അല്ലാതെ പരശുരാമൻ മഴുവെറിഞ്ഞതൊന്നും അല്ല പ്രപഞ്ചം. അങ്ങനെയെങ്കിൽ രണ്ടാമത് മനുഷ്യനെ സൃഷ്ടിക്കുന്നു. എവിടെ നിന്ന്? ഏദനിൽ നിന്നല്ല മനുഷ്യനെ. കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. ഇറാഖിൻ്റെ വടക്കേറ്റം ഒരു നദി ഒഴുകുന്നു. അതിൻ്റെ പേരാണ് യൂഫ്രട്ടീസ് ടൈഗ്രീസ്. അതിന് ആഫ്രിക്കയോട് ചേർന്ന് വടക്കേ ഒരു മണ്ണുണ്ട്. അതിൻ്റെ പേരാണ് എത്യോപ്യ. അവിടെ നിന്ന് 6 ഘടകങ്ങൾ സ്വർഗമെടുത്തു. സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശ്വാസം. 7ാമത്തെ ഘടകം നിലത്ത പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു. ഇന്ന് രാത്രി മണ്ണിൻ്റെയും പൊടിയുടെയും പ്രത്യേകത നിങ്ങൾ നല്ലവണ്ണം ബൈബിൾ പഠിക്കണം. മണ്ണിനകത്ത് 97 മൂലകമുണ്ട്. പൊറോക്സോൺ ആ മണ്ണിൻ്റെ കട്ടി കൂടിയ മൂലകം. ഇവിടുന്ന് കാരക്കോണം കഴിഞ്ഞ് തൊട്ടടുത്ത് താഴോട്ടൊരു വഴിയുണ്ട്. അതിലെ നേരെ ഇറങ്ങിച്ചെന്നാൽ 2 സ്ഥലങ്ങൾ കിട്ടും. പെരുങ്കടവിള, ആലത്തൂർ, മണവാരി. അത് കഴിഞ്ഞിട്ട് ഇവിടെ ആ സ്ഥലത്ത് പാലിയോട്. ഇവിടെ എല്ലാം നല്ല പാറകളുണ്ട്. നമ്മളെല്ലാം ചൊവ്വായി നിന്ന് വന്നതാണ്, തിരുവനന്തപുരംകാരല്ല. അതുകൊണ്ട് കൈ ഉയർത്തേണ്ട സ്വോത്രം. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കണം, അവിടുന്ന് പാറയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞെടുത്താൽ ശരിയാകത്തില്ല. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം മണ്ണ് ഫിൽട്രേറ്റ് ചെയ്തപ്പോൾ പൊടി കിട്ടി. പൊടിയിൽ നിന്ന് ആ മനുഷ്യനെ മെനഞ്ഞത്. ബൈബിൾ റെഫറൻസും സഹോദരങ്ങൾക്ക്, വോയിസ് ഓഫ് സ്തുതിയുടെ നല്ല കുഞ്ഞുങ്ങൾക്ക് നോട്ട് ചെയ്യാം. ഉൽപ്പത്തി 2:17. നിലത്ത പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു. യോബ് 19:25. എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കും. ദാനിയേൽ 12:2. നിലത്ത പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ ചിലർ നിത്യജീവനായി, ചിലർ നിത്യലജ്ജയ്ക്കായി എഴുന്നേൽക്കും. അത് കഴിഞ്ഞിട്ട് ആരും വായിക്കാത്തൊരു സങ്കീർത്തനം 90. അഹരോന്റെ മരണം കാണുമ്പോൾ മോശ എഴുതി വെക്കുന്നു, മരണത്തിൻ്റെ നിവൃത്തിയായി അനാദിയായും ശാശ്വതമായി നീ ഞങ്ങളുടെ ദൈവം, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവേ. അത് കഴിഞ്ഞ് അടുത്ത വാക്യമുണ്ട്, മർത്യരെ പൊടിയിലേക്ക് ചേരുമാറാക്കുന്ന, മണ്ണിലല്ല പൊടിയിലേക്ക് മടക്കി ചേരുമാറാക്കുന്ന ദൈവം. അവിടം വരെ ഞങ്ങൾ പാസ്റ്റർമാർ വായിക്കും. എങ്കിൽ ഒരു പടി കടന്ന് അതിൻ്റെ താഴെ ഒരു വാക്യമുണ്ട്. പാസ്റ്റർമാർക്കും അച്ഛന്മാർക്കും ഇഷ്ടപ്പെടാത്തൊരു വാക്യം. ഞങ്ങളുടെ ആയുഷ്കാലം 70, അത് കഴിഞ്ഞ് വേറൊന്ന് ഏറെയായാൽ ആ സമയത്ത് ഞങ്ങൾ ഭാര്യമാരെ കൊടുക്കും. പോകുന്ന പുള്ളിക്കാരി പോട്ട് പിന്നെ ഞങ്ങളൊന്ന് കെട്ടിക്കോളാം. സന്തോഷമില്ലല്ലോ. ഈ വാക്യം മരണ വീട്ടിൽ വായിക്കുന്നത് മുഴുവൻ സഹോദരിമാരാ, പച്ചയ്ക്ക് പറഞ്ഞാൽ. അങ്ങനെയെങ്കിൽ മനുഷ്യനെ പൊടിയിൽ നിന്ന് സിട്ടാവായ ദൈവം. കഥ കേട്ടോണേ, കർത്തവത്ത് കാണുന്ന പോലെ കഥ കേൾക്കണം. സിട്ടാവായ ദൈവ സാദൃശ്യത്തിലും സ്വരൂപത്തിലും തേജസ്സിലും ബഹുമാനത്തിലും അധികാരത്തിലും ജീവശ്വാസത്തിലും നിലത്ത പൊടിയിൽ നിന്ന് മനുഷ്യനെ മനഞ്ഞ് സർവശക്തൻ അവൻ്റെ മൂക്കിലേക്കൊന്ന് ശ്വാസം ഊതിയപ്പോൾ അവൻ്റെ കാലിൻ്റെ തകം ചലിക്കുവാൻ തുടങ്ങി. ഏകദേശം 337 ഗ്രാമുള്ള ഹൃദയത്തിൻ്റെ 4 അറകൾ തുറക്കുവാൻ തുടങ്ങി. അവൻ്റെ ഹാർട്ടിൻ്റെ പമ്പിങ് റേറ്റിനകത്ത് ഔൺസ് കണക്കിന് രക്തം പായാൻ തുടങ്ങി. അവൻ്റെ കിഡ്നിയുടെ അറകൾ ചലിക്കുവാൻ തുടങ്ങി. അവൻ്റെ ഹാർട്ട് മാത്രമല്ല, അവൻ്റെ ലങ്സിനകത്ത് ഇടിപ്പ് കൂടുവാൻ തുടങ്ങിയെങ്കിൽ 72 സെക്കൻഡ് കൊണ്ട് സിഷ്ടാവിൻ്റെ ശ്വാസമേറ്റ് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയം ചലിച്ചു തുടങ്ങിയെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റവനാ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ആദ്യത്തെ വെന്റിലേറ്ററും കൃത്രിമ ശ്വാസവും കിംസും നിംസും മെഡിക്കൽ കോളേജ്
നോളജുമല്ല, സിട്ടാവായ ദൈവത്തിൻ്റെ ഹല്ലേലൂയ കരങ്ങളിലെ വല്ലഭത്ത് ആദമിൻ്റെ മൂക്കിനകത്തിറങ്ങിയപ്പോൾ അവൻ്റെ ഹൃദയം ചലിച്ചെങ്കിൽ, ഹല്ലേലൂയ ശ്വാസകോശം ചലിച്ചെങ്കിൽ, പാൻക്രിയാസ് ചലിച്ചെങ്കിൽ, അവൻ്റെ കിഡ്നിയുടെ ഫംഗ്ഷൻ ക്ലിയർ ആയെങ്കിൽ, കാലിൻ്റെ നഖവനങ്ങിയെങ്കിൽ, തലയുടെ മുള്ളി ചലിച്ചെങ്കിൽ, കണ്ണ് തുറന്നെങ്കിൽ, ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ രണ്ടാമത് രാത്രി വേണം കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റൊരു ദൈവത്തെ ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നത്. അതുകൊണ്ടാണ് ഈ ദൈവത്തിന് മഹാദൈവം. സ്വോത്രം സ്വോത്രം സ്വോത്രം. നമുക്ക് സന്തോഷമില്ലല്ലോ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ലെന്ന് കണ്ടിട്ട് സ്വർഗത്തിലെ ദൈവം അവന് തക്ക തുണയെ കൊടുത്തു. തുണയുടെ പ്രത്യേകത എന്താ? ആദമിന് ഗാഠനിദ്ര വരുത്തി. സയൻസ് കുഞ്ഞുങ്ങൾ കേൾക്കണം. ആദമിൻ്റെ വാരിയലിൽ നിന്ന് ഒരമ്മമ്മയെ മെനഞ്ഞെടുത്തു. ഗാഠനിദ്ര. പണ്ടത്തെ കാലത്ത് ഓപ്പറേഷൻ നടത്തുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? മനുഷ്യൻ്റെ കൈയും കാലും ഒക്കെ കെട്ടിയിട്ടിട്ട് അവയവമൊക്കെ എടുക്കുന്നത്, അല്ലെങ്കിൽ മയക്കു ഗുളിക. 1975 ഒരു ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു, ഡോക്ടർ ജെയിംസ് സിംസൺ. കേട്ടോ, അവൻ ആദ്യമായിട്ട് ക്ലോറോഫോം കണ്ടുപിടിച്ചത്. ക്ലോറോഫോം കണ്ടുപിടിച്ച് എവിടെ നിന്നറിയാമോ? ബൈബിളിനകത്തത്. മനുഷ്യന് ഗാഠനിദ്ര. ക്ലോറോഫോമിൻ്റെ മൂത്ത ചേട്ടനായി അനസ്തേഷ്യ കണ്ടുപിടിച്ചതെന്ന് ഡോക്ടർ ജെയിംസ് സിംസൺ. അവൻ ആ നോബൽ സമ്മാനം കിട്ടിയത്. PSC എൻട്രൻസ് കോച്ചിങ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ നോട്ട് ചെയ്യണം. യോഗം കഴിഞ്ഞപ്പോഴെങ്കിലും വഴി കാണുമ്പോൾ 10 രൂപയുടെ ഒരു ചായ മേടിച്ചു തരണം. കേട്ടോ, ആദ്യമായിട്ട് അനസ്തേഷ്യ ക്ലോറോഫോം കണ്ടുപിടിച്ചത് ഡോക്ടർ ജെയിംസ് സിംസൺ. ബൈബിളിൽ നിന്ന്. ഡോക്ടർ ജെയിംസ് സിംസന്റെ അവസാന ദിവസങ്ങളിൽ പത്രക്കാർ അദ്ദേഹം ഒരു വല്ലാത്ത അവസ്ഥയെ ജീവിക്കുമ്പോൾ ചെന്നിട്ട് പറഞ്ഞു, സാറേ നോബൽ സമ്മാനമൊക്കെ കിട്ടിയതല്ലോ, ഇനി മരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല അനുഭവം എന്താ? അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതാ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഡോക്ടർ ജെയിംസ് സിംസൺ അദ്ദേഹമാണ് ക്ലോറോഫോം കണ്ടുപിടിച്ചത്. ആദമിന് ഗാഠനിദ്ര വരുത്തി, ഒരു ഹവ്വായെയും സ്വർഗം കൊടുത്തു. എവിടം വരെയായി? നല്ലൊരു വാഗ്ദത്തം. അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്, അവരെ എവിടെ കൊണ്ടുവന്നതറിയാമോ? ഏദൻ്റെ മണ്ണിൽ കൊണ്ടുവന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചത് എത്യോപ്യയിൽ കൊണ്ടുവന്നത് ഏദനകത്ത് 7 കാര്യങ്ങൾ: അടക്കി പാടുക, പെറ്റുപെരുക, സന്താനപുഷ്ടിയുള്ളവരാകുക, നിത്യം നിത്യം ദൈവത്തെ ആരാധിക്കുക. പിന്നെ 6ാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ, 1000 സംവത്സരവും സ്വർഗം കൊടുത്തു. ഒരു ദിവസം ബാങ്കി 5.5 കോടി ഇതൊക്കെ തരാന്ന് പറയുന്നത് അവൻ്റെ പരിപാടിയാണ്. സ്വോത്രം. ആദമിന് ദൈവസാന്നിധ്യം ഏറ്റത് കൊണ്ട് ആദമിന് പിടി കിട്ടിയില്ല. ആദം അവന് വഴി കൊടുത്തില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഈ ആദം ഇടയ്ക്കിടയ്ക്ക് ആഴ്ച 2 ദിവസം പനച്ചു മൂടി ചന്തയപ്പോൾ അമ്മാമ്മയായിട്ട് അവൻ കമ്പനി കൂടാതെ തുടങ്ങി. എങ്ങനെയോ അമ്മാമ്മയുടെ വാട്സപ്പ് നമ്പർ അവൻ മേടിച്ചു. എവിടെ ഇരുന്ന്? കാരക്കോണത്തിരുന്ന് മെസ്സേജ് അയച്ചു. അനുഗ്രഹങ്ങളും പെരുമഴയും അഭിവൃദ്ധിയെല്ലാം കാണിച്ചപ്പോൾ അമ്മാമ്മയോട് പറഞ്ഞ്, കർത്താവ് പറഞ്ഞ തെറ്റാ, അമ്മാമ്മ കഴിച്ചിട്ട് പകുതി അച്ചായനും കൂടെ നിങ്ങൾക്ക് വീട് വരും, കാറ് വരും. സ്വോത്രം. പനച്ചുമൂടി ചന്ത അച്ചാൻ പോയിട്ട് വന്നപ്പോൾ അമ്മാമ്മ പകുതി കഴിച്ചിട്ട് ഇതാ ആപ്പിൾ വെച്ചിരിക്കുക. എന്നിട്ട് വാട്സപ്പ് കാണിച്ചിട്ട് പറഞ്ഞ്, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത് കഴിച്ചാൽ എല്ലാം കിട്ടുമെന്ന്. ആ അച്ചായനും പറഞ്ഞ്, എന്നും ഈ തോട്ടത്തിൽ കിടക്കാതെ കാനഡയിലും കാണും കയറാമെന്ന്. സ്വോത്രം. അമ്മാമ്മ തിന്നേൻ്റെ 50-50 അച്ചായനും അടിച്ചു. സ്വോത്രം. രക്ഷയുടെ വസ്ത്രം നഷ്ടപ്പെട്ടു. സായം സന്ധ്യയിൽ സ്വർഗത്തിൻ്റെ ക്യാമറ ഇറങ്ങി പാപം ചെയ്ത മനുഷ്യനെ സ്വർഗം വിളിക്കുന്നു, ആദമേ നീ എവിടെ? കണ്ടോ, പാപം ചെയ്ത് മനുഷ്യൻ ദൈവ തേജസ് നഷ്ടപ്പെടുത്തുമ്പോൾ അന്തിമ ദിനത്തിൽ മടങ്ങി വരുവാനുള്ള ശബ്ദമാ സ്വർഗം പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാ സത്യവചനം. ആ കുടുംബം തോട്ടത്തിൽ നിന്ന് പുറത്തായി 2 കുഞ്ഞുങ്ങളെ കിട്ടി, കായീനും ഹാബേൽ. അവർ 2 പേരെയും സ്വർഗം വിളിച്ചു ആരാധനയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ കായീൻ നല്ല മേൽത്തരമായ ഫലങ്ങൾ കൊണ്ടുവന്നു. ചില സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് സഭയെ പഠിപ്പിക്കാറുണ്ട്, കായീൻ കൊണ്ടുവന്നത് എലിമാന്തിയ കാച്ചിൽ അല്ലെങ്കിൽ പൂച്ചമാന്തിയ ചേന, അതൊന്നുമല്ല. ബൈബിൾ ക്ലിയർ വായിക്കണം. അതിനകത്ത് എഴുതിയിട്ടുണ്ട് മേൽത്തരമായ ഫലങ്ങൾ. അത് കഴിഞ്ഞിട്ട് പാവപ്പെട്ട ഹാബേൽ ഒരു കുഞ്ഞാടിനെയാണ് കൊണ്ടുവന്നത്. കുഞ്ഞാടിൻ്റെ പ്രത്യേകത എന്താ? ചർച്ച വന്നു കഴിഞ്ഞാൽ മിണ്ടാതിരുന്ന ദൈവം എന്നറിയല്ല, അവൻ ഈ വെറ്റിലക്കകത്ത് ചുണ്ണാമ്പ് വെക്കുന്നില്ല, കൈയടിക്കത്തില്ല, കുഞ്ഞാട് തുള്ളിക്കൊണ്ടിരിക്കുക. സന്തോഷമില്ലല്ലോ. അവസ്ഥയിലുള്ള ആരാധനയല്ല ദൈവം പ്രസാദിക്കുന്നത്, വ്യവസ്ഥയിലുള്ള ആരാധന. ഹാബേലിൻ്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചു. ദുഷ്ട മനുഷ്യനായ കായീൻ ഹാബേലിനെ വെട്ടിക്കൊന്നു. ഹാബേലിൻ്റെ രക്തം നിലവിളിക്കുന്നു. സ്വർഗം ചോദിക്കുന്നു, കായീനെ, നിന്റെ സഹോദരനായ ഹാബേൽ. ഉടനെ കായീൻ പറഞ്ഞു, ഞാൻ അവൻ്റെ തോട്ട കാവൽക്കാരനോ. മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് സ്വർഗം അനുഭവിക്കാൻ തുടങ്ങി. ആദ്യത്തെ കണ്ണുനീർ സ്വർഗം. അത് കഴിഞ്ഞ് കാലത്തിൻ്റെ യവനികയ്ക്കകത്ത് മുൻപോട്ട് പോകുമ്പോൾ ആദമിൻ്റെ 7ാമത്തെ തലമുറയിൽ ഒരുവൻ ജനിച്ചു, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. പലരും വിചാരിക്കും കർത്താവിനോടല്ല, അവൻ ദൈവവചനത്തോട് കൂടെ നടന്ന ഭക്തനാ ഹാനോക്കിൻ്റെ തലമുറയായി ഒരുവൻ വന്നു, മെഥുശലേക്ക്. ബൈബിൾ ശ്രദ്ധയോട് നിങ്ങളുടെ പരീക്ഷകളിൽ വരും. ഏറ്റവും കൂടുതൽ ആയുസ് കിട്ടിയത് ആരാന്നറിയാമോ? ബൈബിളിനകത്ത് 969 സംവത്സരം കിട്ടി മെഥുശലേക്ക്. അവൻ കവലയോഗത്തിൽ പ്രസംഗിച്ചില്ല, ട്രാക്ട് കൊടുക്കാൻ പോയില്ല, പാറശാലയിൽ സത്യസൂചിട്ടൊന്നും പ്രസംഗിച്ചതായിട്ട് ബൈബിളിൽ കാണുന്നില്ല. പക്ഷേ അവൻ്റെ അപ്പൻ നിയമത്തിൻ്റെ പെട്ടകമെടുത്തപ്പോൾ
തലമുറകളെ ദൈവം മാനിച്ചു. കരമുയരുന്നില്ലല്ലോ. അപ്പനായ ഹാനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്നപ്പോൾ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിച്ചു. ഈ രാത്രി വചനം കേൾക്കാൻ അപ്പച്ച അമ്മച്ചി ചൂടിനകത്തും തണുപ്പിനകത്തും അനവധി കിലോമീറ്ററുകൾ താണ്ടി ജീവൻ്റെ വചനം കേൾക്കുവാൻ ഇന്ന് രാത്രി മലയങ്കാവിൽ നീ വന്നിട്ടുണ്ടെങ്കിൽ നീ ചുമന്ന വചനത്തിൻ്റെ അകത്തളങ്ങളിലെ സൂക്തങ്ങൾ നിന്റെ മക്കൾക്ക് വേണ്ടി വെളിപ്പെട്ടാൽ ആയുസ്സും ആരോഗ്യവും ബഹുമാനവും കൊടുക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. മെതുശലേക്ക് വലിയ കാര്യമൊന്നും ചെയ്തില്ലെങ്കിലും അപ്പുറത്ത് അവൻ്റെ അപ്പൻ വചനമെടുത്തത് കൊണ്ട് 969 1000 സംവത്സരം ജീവിച്ച ഒരു മനുഷ്യൻ പോലുമില്ല. കേട്ടോണേ, മെതുശലേഖിൻ്റെ സന്തതിയായി ഒരുവൻ ജനിച്ചു ലാമേക്കിൻ്റെ സന്തതിയായി ഒരുവൻ ജനിച്ചു നോഹ. ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും. ഉൽപ്പത്തി 6 വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ജനം പെരുകി, ദൈവത്തിൻ്റെ പുത്രന്മാർ ലോകത്തിൻ്റെ പുത്രിമാരെ തെരഞ്ഞെടുത്തു. പെന്തിക്കോസ്തുകാർക്ക് സന്തോഷമില്ലല്ലോ. നമ്മുടെ സഭകളിലും ഇന്ന് തെരഞ്ഞെടുപ്പല്ലയോ നടക്കുന്നത്? ചിലർ വന്ന് പാസ്റ്ററോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ലൈവ് പോയാലോ, അയ്യോ മകളൊരു പയ്യനുമായിട്ട് കമ്പനി ആയിപ്പോയി. ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാർ പറയും, ഞാനിവിടെയുണ്ട്, സെൻറ്റർ ഇവിടെയുണ്ട്, അച്ഛൻ ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്യാം. സ്വോത്രം. അങ്ങനെയല്ലയോ പറയുന്നത്? സ്വോത്രം. എല്ലാം ഒതുക്കുന്നവരായി നമ്മൾ മാറി. എന്നിട്ട് പിള്ളേരുടെ പേര് ന്യൂ ജനറേഷൻ ഏതോ ആയിക്കോട്ടെ, ബൈബിൾ മാറിയിട്ടില്ല. അന്നും ഇന്നും ബൈബിൾ ഒന്ന് തന്നെ. സ്വോത്രം. അത് ചിലർക്ക് ഇതൊന്നും ഇഷ്ടപ്പെടത്തില്ല. ദൈവത്തിൻ്റെ പുത്രന്മാർ ലോകത്തിൻ്റെ പുത്രിമാരെ തിരഞ്ഞെടുത്തു. കണ്ണിന് കൊള്ളാവുന്നവരെ തിരഞ്ഞെടുത്തപ്പോൾ സ്വർഗം കത്രികയെടുത്തു. എന്ത് ചെയ്തു? കാരക്കോണത്തെ സിസിലി ചേച്ചി ചുരിദാറിൻ്റെ കൈ വെട്ടുന്നത് ഒറ്റ വെട്ട് 120 സംവത്സരം 1120 ആക്കി. സ്വോത്രം. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ നോഹയോട് ദൈവം പറഞ്ഞു, മൈക്ക് സെറ്റ് പേടിയൊരു പരസ്യോഗം നടക്കട്ടെ, കൺവെൻഷൻ നടക്കട്ടെ, നിന്നെ ആ പെട്ടകത്തിൽ കയറ്റിക്കോളാം. സ്ട്രക്ചർ അയച്ചു. സ്വർഗത്തിൽ നിന്നൊരു വാട്സപ്പ് വന്നു. ഏതാ? പെട്ടകം പണിയാൻ 7 അടിസ്ഥാന ഉപദേശം. 1 ഗോഫർ മരം, 2 300 നീളം, 3 50 വീതി, 4 30 ഉയരം, 5 തട്ടുകൾ, 3 തട്ടുകൾ, 6 സൈഡ് വാതിൽ, 7 കിളിവാതിൽ. നോഹ കാർപ്പൻ്ററേയും പെയിൻ്ററേയും ഏൽപ്പിച്ചിട്ട് വെള്ളറുടെയും ആറാട്ടുകുടി അമ്പൂരിയും കാട്ടാക്കടയും നെയ്യാറ്റിങ്കര് ഇവിടെ മാർത്താണ്ഡത്തും എല്ലാം കവലയിൽ നിന്ന് വിളിക്കുന്നു, യേശു വരാറ്. നാട്ടുകാർ പറഞ്ഞ് കിളവന് ഭ്രാന്തായിപ്പോയി, പെരുമഴ വരാറായി. നമ്മുടെ ഉപദേശിമാർ കവലയിൽ നിന്ന് വിളിക്കുമ്പോഴും ചിലർ പറയത്തുള്ളൂ, ഇവനൊന്നും വളരെ വലിയ കാര്യങ്ങളൊന്നുമില്ലെന്ന്. അതുപോലെ നോഹ വിളിച്ചു പറഞ്ഞിട്ട് ട്രാക്ട് പെയിൻ്റ് അടിക്കുന്നവർക്കും കാർപ്പൻ്റർ വയറിങ്ങാറിനും കൊടുത്ത് അവന്മാർ ട്രാക്ട് മേടിക്കാതെ വൈകിട്ട് വെള്ളരുടെ മദ്യപിക്കാൻ പോയി. സ്വോത്രം. അവരും കയറിയില്ല. ആ സമയത്ത് സ്വർഗം നോഹയോട് പറഞ്ഞ്, പെട്ടിയും കടക്കയെല്ലാം വിറ്റേറെ, സൗണ്ട് സിസ്റ്റം എല്ലാം വിറ്റേറെ, ബാക്കിയെല്ലാം വിറ്റിട്ട് നീ പെട്ടകത്തിൽ കയറിക്കോളാൻ പറയും. 8 പേരടക്കം പെട്ടകത്തിൽ കയറി. ആര് കുറ്റിയിട്ടെന്നറിയാമോ? സ്വർഗത്തിലെ ദൈവം കുറ്റിയിട്ടു. എന്താ അതിൻ്റെ പ്രത്യേകത? സ്വർഗം കുറ്റിയിടാൻ കാര്യം ഞങ്ങൾ തീർത്ത് പറയാം. ആ പെട്ടകത്തിൻ്റെ സൈഡിൽ ഇന്ന് എല്ലായിടത്തും CC ക്യാമറയായി. പാസ്റ്ററെ, ക്യാമറ വെച്ചിട്ടുണ്ട്. ഈ യെല്ലോയും മാങ്കോയും പൈനാപ്പിളും ഒക്കെ വന്നപ്പോഴത്തേക്ക് മാർത്താണ്ഡത്തെ ഏറ്റവും വലിയ തുണിക്കച്ചവടക്കാരന് പിടികിട്ടി മുങ്ങാൻ പോവാന്ന്. അവൻ നല്ല കളക്ഷനുമായിട്ട് കവറുമായിട്ട് വന്ന് ഞങ്ങളുടെ ഭാര്യമാർ പറയും, പ്രതിപുരുഷനുമില്ല, സഭയുടെ സെക്രട്ടറിയിൽ അച്ചായൻ കഥ കവറിഞ്ഞ് മേടിച്ചോളാൻ പറയും. സ്വോത്രം. അത് കണ്ടിട്ട് ആ സ്വർഗത്തിലെ ദൈവം പെട്ടകത്തിൻ്റെ കുറ്റിയിട്ട നാടൻ ഭാഷ, ദൈവം കുറ്റിയിട്ടാൽ പിന്നെ അതാർക്കും തുറക്കാൻ പറ്റത്തില്ല. മിണ്ടുന്നില്ലല്ലോ കുഞ്ഞെ. ദൈവം നിനക്കൊരു വഴി തുറന്നാൽ കോട്ടൂരിലെ മന്ത്രവാദിക്കും അത് അടയ്ക്കാൻ പറ്റത്തില്ല. സ്വോത്രം. തമ്പുരാനൊരു വഴി തുറന്നാൽ. സ്വോത്രം. നോഹ അങ്ങോട്ട് കയറി. പെട്ടകം. എന്നാൽ ഈ സുനാമി, ആഴത്തിൻ്റെ ആഴികൾ, സമുദ്രത്തിൻ്റെ ഉറവുകളെല്ലാം തുറന്നു. ആ സമയത്ത് പെട്ടകം കുലുങ്ങാൻ തുടങ്ങി. പൂവാറിനകത്തുനിന്ന് നെയ്യാറിൽ തുടങ്ങിയ പെട്ടകം മണ്ഡപത്തിൻ കടവഴി പ്രാലുമൂട് വഴി പൂവാറ് കടലിൽ ചെന്നപ്പോൾ അമ്മാമ്മ പറഞ്ഞു, മിക്കവാറും ഇതിവിടെ തീരും. കുഞ്ഞുങ്ങൾ പറഞ്ഞ്, കർത്താവ് പറഞ്ഞത് വെറുതെ അച്ചായ, മിക്കവാറും നമ്മൾ ഉപ്പുവെള്ളം കുടിക്കുമെന്ന് പറമ്പോൻ്റെ കണക്ക്. സ്വോത്രം. ഉടനെ സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട്, നോക്കെ നീ സമാധാനപ്പെട്ടിരി. ഇന്ന് രാത്രി പെരുവെള്ളം നിന്നെ മൂടും, കൊടുങ്കാറ്റ് നിനക്കെതിരെ നിൽക്കും, പെരുങ്കാറ്റ് നിന്റെ പടകിന് നേരെ ആഞ്ഞടിക്കും. എന്നാൽ ഇന്ന് രാത്രി ദൈവത്താൽ അടിസ്ഥാനമിട്ട പെട്ടകം സമുദ്രത്തിനകത്ത് മുങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. വചനമേറ്റെടുക്കുന്നവർക്ക് ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് വേദനയോടെ ചില ഭാരങ്ങളോടെ കടന്നു വന്നിരിക്കുന്ന സഹോദരി, ഞങ്ങളുടെ കരം നിങ്ങളുടെ മേൽ വെക്കണ്ട. വചനമങ്ങ് കേൾക്കണം. നിന്റെ കുടുംബജീവിതത്തിനെതിരെ, ശുശ്രൂഷയ്ക്കെതിരെ, ചിലപ്പോൾ പെട്ടകത്തിനകത്തും കശവിശ ഉണ്ടാകും. എന്നാൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയണം, സ്ട്രക്ചറും അടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ മലയങ്കാവിൽ എൻ്റെ കുടുംബം തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. ഈ രാത്രി ദൂതേറ്റെടുക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. നിന്റെ മേൽ പെരുങ്കാറ്റടിക്കട്ടെ, കൊടുങ്കാറ്റടിക്കട്ടെ, നിന്നെ തകർക്കുവാൻ ദുഷ്ടപിശാച് പദ്ധതി വെക്കട്ടെ. ഇന്ന് രാത്രി പറയണം, ദൈവത്താൽ അടിസ്ഥാനമിട്ട പെട്ടകത്തെ ഉറപ്പിക്കുക. സ്വർഗത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അതിനെ ആരാധനകത്ത് ദൈവം
ഉറപ്പിക്കുക. ദൂതേറ്റെടുത്ത് ഇന്ന് രാത്രി നീ ഇതിനകത്ത് ഇറങ്ങാവൂ. പലരും നിന്നെ തകർക്കാൻ പദ്ധതി വെക്കുക. ഈ സഭയിൽ നിനക്കെതിരെ എഴുന്നേറ്റ് വരും. ഏലിയാവ് ചൂരച്ചെടിയുടെ കിടക്കയിൽ നീ ശവപ്പെട്ടിയും കാത്തിരിക്കുമ്പോൾ, നിനക്ക് വേണ്ടി ഈ സഭയിൽ പദ്ധതി വെക്കുമ്പോൾ, അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നാൽ നിന്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ അവൻ താട്ടി എഴുന്നേറ്റ് നിന്നെ പുറപ്പെടുവിക്കുക. അടക രഗത ബൗഡ രീക ശംദ രാധ ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഗ്രൗണ്ടിനകത്ത് പറയണം, എൻ്റെ വീട്ടിനകത്ത് പഞ്ഞിമെത്തക്കകത്ത് കിടന്ന് കാലം തീർക്കാനല്ല ദൈവം എന്നെ വിളിച്ചത്. ഏത് സഭയിൽ എനിക്കെതിരെ പദ്ധതി വച്ചാലും, എൻ്റെ ശുശ്രൂഷയ്ക്കെതിരെ പദ്ധതി വച്ചാലും, എൻ്റെ വാഗ്ദത്തത്തിനെതിരെ പദ്ധതി വച്ചാലും, ഇന്ന് രാത്രി നീ എഴുന്നേൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഹോരബ് വരെ കൊണ്ടുപോകുവാൻ സംതിങ് ഈസ് ഹാപ്പൻഡ് ഇൻ ദിസ് മോമെന്റ്, ദ പ്രഷ്യസ് മോമെന്റ്. ഇന്ന് രാത്രി ആര് കരമുയർത്തും? 2024 ഇന്ത്യ വിട്ട് ചില പട്ടണങ്ങളിൽ കർത്താവിനെ ഉയർത്തുവാൻ ഇന്ന് രാത്രി ദൂതേറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അഭിഷേകത്തിൻ്റെ നിറവുള്ളവർ ഇന്ന് രാത്രി ദൂതേറ്റെടുത്തുകൊണ്ടേ പോകാവൂ. ഞാൻ ചൂരച്ചെടിയുടെ ചുവട്ടിൽ കടന്ന് ഒരു രോഗിയായി മരിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എന്നെ പുറപ്പെടുവിച്ച് ചില ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ദൂതൻ ഇറങ്ങി വന്ന് എന്നെ താട്ടി എഴുന്നേൽപ്പിക്കുക. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? അടുത്ത 40 ദിവസം കഴിയുമ്പോൾ പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ പറയണം, ഹോരബ് വരെ ഏലിയാവിനെ നടത്തിയ ദൈവം 2024 എൻ്റെ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ ഒരു പുതിയ വഴി തുറന്ന് എന്നെ പൊന്നുപോലെ നടത്തും. വചനമേറ്റെടുക്കുന്നവർക്കായി നീ തകരുവാൻ ദൈവം അനുവദിക്കത്തില്ല. നീ തളരുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കുടുംബം തകരുവാൻ ദൂട്ടാപ്പിശാചിന് കഴിയത്തില്ല. ഇന്ന് രാത്രി പറ, നിന്റെ കരങ്ങളിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. സാധാരണ പുള്ളിയല്ല മകളെ, അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ചവൻ ബ്രദറെ, ആകാശ നക്ഷത്രങ്ങൾ ഉളവാക്കിയാൻ അപ്പച്ച, സൂര്യനെ ചന്ദ്രനെ അതതിൻ്റെ ഓർബിറ്റിനകത്ത് കറക്കുന്ന ദൈവം അമ്മച്ചേ. ഇന്ന് രാത്രി ആകാശ പാറകള് മിൽക്കി വേക്കകത്ത് വെച്ചിരിക്കുന്ന എൻ്റെ ദൈവം അറിയാതെ എൻ്റെ തലയിൽ ഒരു മുടി നാര് വീഴുക, താഴെ വീഴുവാൻ ദൈവം അനുവദിക്കത്തില്ല. വചനം ഇന്ന് രാത്രി ചങ്കിനകത്ത് കടക്കട്ടെ. പെരുങ്കാറ്റ് വരട്ടെ, കൊടുങ്കാറ്റ് വരട്ടെ. നിന്റെ കുടുംബത്തിനകത്ത് അല്പം കലകൊണ്ടായാലും വിഷമിക്കേണ്ട. അടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ ഒരരാരാത്ത് അതിൻ്റെ പിൻപിൽ ദൈവം ഉറപ്പിച്ചിരിക്കും. സ്വോത്രം സ്വോത്രം. ദൈവദാസൻ ഇറങ്ങി വന്ന് ഒന്നും പറയണ്ട. ഇന്ന് രാത്രി ആത്മാർത്ഥത കൊണ്ടിരിക്കുമെങ്കിൽ നല്ല സ്ഥലം ഷൈജു യോഗം വെച്ചത് തൊട്ടടുത്ത് നോക്കിയാട്ടെ, ചിരട്ട ഇരിക്കുന്ന കണ്ടു. നല്ല സ്ഥലം, അരുമயான സ്ഥലത്ത് വെച്ചിരിക്കുന്നത്. ചിരട്ട എങ്ങനെ ഇരിക്കുന്നു? ചരിഞ്ഞിരിക്കുന്നു. മഴ പെയ്താൽ അതിനകത്ത് കൊണ്ടെത്തിക്കും. സ്വോത്രം. അത് ഇന്നത്തെ നമ്മുടെ വചന സന്ദേശം. അരാരാത്തിനകത്ത് പെട്ടകം മറച്ചു. അരാരാത്തിനകത്ത് പെട്ടകം മറച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? കുലശേഖരമായിരുന്നു. സ്വോത്രം. കുലശേഖരത്ത് JCB ഒക്കെ വിളിച്ച് നോക പഴയ പരിപാടിയൊക്കെ മാറ്റിയിട്ട് മുന്തിരി കൃഷി ചെയ്യാൻ തുടങ്ങി. നല്ല മുന്തിരി കൃഷി ചെയ്തു. മുന്തിരി കൃഷി ചെയ്തപ്പോൾ ആദ്യം കളിക്കാവളക്കാരും പാറശാലക്കാരും വെള്ളറടക്കാരും കിലോയ്ക്ക് 30 രൂപയ്ക്ക് മേടിച്ച് ആരോ ബിരുദന്മാർ ബാംഗ്ലൂരിൽ നിന്ന് കള്ളം ഉണ്ടാക്കുന്നവന്മാർ വന്നിട്ട് നോഗയോട് പറഞ്ഞു, അച്ചായ ഇവർക്ക് കൊടുക്കുകയെ ചേർത്ത് ഞങ്ങൾ കിലോയ്ക്ക് 50 തരാം, അവിടെ കൊണ്ടുപോയി വാറ്റി കള്ളം ഉണ്ടാക്കാൻ. അച്ചായന് കുറച്ച് കാശ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. അച്ചായൻ പിന്നെ ഇവിടുത്തുകാർക്ക് കൊടുത്തില്ല. ആർക്ക് കൊടുത്ത? ബാംഗ്ലൂരുകാർ. യവന്മാർ ഈ പെട്ടിയെല്ലാം കൊണ്ടുപോയി ഡെയിലി അടിച്ച്. ഇടയ്ക്ക് ബാംഗ്ലൂരിൽ നിന്ന് മദ്യ മുതലാളി വന്നതിന് ശേഷം അച്ചായനോട് പറഞ്ഞു, ഞങ്ങൾ ഉണ്ടാക്കുന്ന ബ്രാൻഡ് ഇതാണ്ടിരിക്കട്ടെ, അച്ചായന് 2 സാമ്പിൾ ബോട്ടിൽ. അച്ചായൻ പറഞ്ഞു, അയ്യോ ഞാൻ ബൈബിൾ ഇരിക്കുന്ന ട്രാക്ട് ഇരിക്കുന്നു. അപ്പം പറഞ്ഞു, കാലം മാറി, ന്യൂ ജനറേഷൻ 30 അടിച്ചാലും കുഴപ്പമില്ലെന്ന്. സന്തോഷമില്ലല്ലോ. അങ്ങനെ പറയുന്ന ചില ബിരുദന്മാരും ഇന്ന് ദൈവസഭയിൽ കയറിയിട്ടുണ്ട്. ലൈവും കൊടുക്കുന്നുണ്ട്. പാസ്റ്റർമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഞങ്ങളധികം ഇവർ പറഞ്ഞ 5 വൻകരകളിൽ 8 വൻകരകൾ, ഞാൻ ഒരു വൻകരയും പാറില്ല. ഒന്നീ കേരളം അല്ലേ വടക്കേ ഇന്ത്യ. സ്വോത്രം. പിന്നെ ഞങ്ങളെ ഒന്നും ആരും കൊണ്ടുപോകാറില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാസ്റ്റർമാരുടെ നേതാക്കന്മാരെ കാല് താങ്ങുന്ന പരിപാടി ഞങ്ങൾക്കില്ല. പവിത്ര സാറേ, അതിൻ്റെ കാര്യമില്ല. സ്വോത്രം. ഞങ്ങളെ വിളിച്ചത് നിർമ്മല സുവിശേഷം. ഒരു നേതാവിൻ്റെ കാലല്ല ഞങ്ങൾ മുഴങ്കാൽ മടക്കുന്നത് സർവശക്തൻ്റെ മുൻപിൽ. സ്വോത്രം. നേതാവിൻ്റെ കാല് മടക്കിയൊന്നും ഞങ്ങൾക്ക് വേദി വേണ്ട. സ്വോത്രം. ഇന്ന് രാത്രി കേട്ടോണ്. സ്വോത്രം. എന്താ ചെയ്തെന്ന് ഈ വിദേശ യാത്ര നടത്തുന്ന പാസ്റ്റർമാരെ ശ്രദ്ധയ്ക്ക് ഇന്ന് 5G ആയി പ്ലെയിനകത്ത്. ചില സാമ്പിൾ ബോട്ട് എമിറേറ്റ്സിലും എയർ ഇന്ത്യയിലും കിട്ടിക്കഴിഞ്ഞാൽ ചില പാസ്റ്റർമാർ പച്ചക്കിരുന്ന് കുടിക്കും. പാസ്റ്റർമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇപ്പുറത്തിരിക്കുന്നവൻ്റെ ക്യാമറയുണ്ട്. സ്വോത്രം. കുടിക്കണമെങ്കിൽ രഹസ്യമായി അത് ബാഗിലിട്ടേക്കണം, വീട്ടിൽ കൊണ്ടുവന്ന് അടിച്ചോണം. സ്വോത്രം. സന്തോഷമില്ലല്ലോ. അങ്ങനെ പ്ലെയിനകത്തിരുന്ന് അടിക്കുന്ന കള്ളന്മാരുടെ പടം വരെ പുറത്തു വന്നു. സ്വോത്രം. അത് വിശ്വാസികളുടെ ശ്രദ്ധയ്ക്കല്ല, പാസ്റ്റർമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. സ്വോത്രം. അതുകൊണ്ട് പറയാം, അതുപോലെ നോഗ ആദ്യം 30 അടിച്ചു, 60 അടിച്ചു. അതിനുശേഷം ഉച്ചയ്ക്ക് സുബോധമില്ലാത്തവനായി കിടക്കുമ്പോൾ ആര് വന്നു? മക്കൾ വന്നു. മക്കൾ വന്ന് അപ്പനെ നോക്കിയപ്പോൾ പരസ്പരം സംസാരിച്ചപ്പോൾ വചനം ഞാൻ തൊടുന്നില്ല ഇസ്രായേലിലേക്ക്. അങ്ങനെയെങ്കിൽ മക്കളെ ശപിച്ചു. കനാൻ ശപിക്കപ്പെട്ടവൻ സ്വർഗം പറഞ്ഞു, ഞാൻ നിൽക്കുന്നില്ല. നേരെ ഇവിടെ പോയി
ആദമിൻ്റെ തലമുറയിൽ ഒരു ഗ്രൂപ്പുണ്ട്, ശേത്തൻ്റെ സന്തതി. അതാ ഇറാഖിലെ യൂഫ്രട്ടീസ് ടൈഗ്രീസ്. അതിൻ്റെ പുറത്ത് ഊരിനകത്ത് കൽദേ പട്ടണമായി ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രഹാമിന് വിളിച്ചിട്ട് പറഞ്ഞു, എഴുന്നേക്കാൻ പറഞ്ഞു. 1498 കിലോമീറ്റർ ഇന്നത്തെ ഇസ്രായേൽ വാഗ്ദത്ത കനാൻ, അവിടത്തേക്ക് വരാൻ പറഞ്ഞു. അബ്രഹാമിനോട് വാഗ്ദത്തങ്ങൾ, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും, നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും, നിന്റെ സന്തതി ആകാശത്തിലെ പൊടി, ആകാശത്തിലെ നക്ഷത്രം, ഭൂമിയിലെ പൊടി, കടൽക്കരയിലെ മണൽത്തരി പോലെ അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിൻ്റെ കൂടെ വിളി കേൾക്കാത്ത ഒരുവനുമായി കനാനകത്ത് വന്ന് 2 ഭാര്യമാരെ കിട്ടി. ഒന്നേ അബ്രഹാമിനൊരു ഭാര്യയെ കിട്ടി, സാറാമ്മച്ച്. ലോത്തിനൊരു അമ്മാമ്മയെ കിട്ടി. ബൈബിളിലും ഇല്ല, ഗൂഗിളിലും ഇല്ല. ലോത്തിൻ്റെ അമ്മാമ്മയുടെ പേര് പറയുന്നവർക്ക് ഇപ്പോൾ പൈസ 1000 ഫ്രീ, അങ്ങനെ വല്ലതും ഉണ്ടോ? സ്വോത്രം. ആ അമ്മാമ്മയുടെ ജോലി വോയിസ് ഓഫ് സുധിയിലും അല്ല, കൺവെൻഷനും അല്ല. അബ്രഹാമും സാറയും ലോത്തും കൂടെ ഞായറാഴ്ച ചർച്ചിൽ പോകുമ്പോൾ ലോത്തിൻ്റെ ഭാര്യ പെട്ടിയും പ്രമാണവും എല്ലാം നോക്കി. എന്തിനാ പറയുന്നത്? കുലശേഖരവും കനാനും എല്ലാം ആരുടെ കയ്യിലായി? അബ്രഹാമിൻ്റെ കയ്യിലായി. ബാങ്കിലെ ഡിപ്പോസിറ്റ് എല്ലാം ആരുടെ കയ്യിലായി? അബ്രഹാമിൻ്റെ കയ്യിലായി. അങ്ങനെ ആദ്യത്തെ തലയണ മന്ത്രം ഉർവശി ശ്രീനിവാസൻ്റെ ചെവിയിലല്ല, ലോത്തിൻ്റെ അമ്മാമ്മ ലോത്തിൻ്റെ തലയിലാണ് പറഞ്ഞു കൊടുത്ത. സ്വോത്രം. അന്നാണ് സംഭവം നടന്നത്. 2 അടുപ്പ്, 2 ഗ്യാസ്, 2 റേഷൻ കാർഡ്, 2 ഇത് കേട്ടോ. നാളെ ഞാൻ ഇല്ലാത്തതുകൊണ്ട് പച്ചയ്ക്ക് പറയാം, 2 സഹോദരന്മാരെ നമുക്ക് സഭയിൽ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാം. പക്ഷേ ബ്രദറെ, കർത്താവ് വരാറായി, നീ സമാധാനപ്പെട് ബ്രദറെ, ഒന്ന് മാനസാന്തരപ്പെട്. ശവപ്പെട്ടി കൊണ്ട് 2 അമ്മാമ്മമാരെ ഉടക്കി. ബന്ധിക്കോസുകാർ കേൾക്കട്ടെ, പാസ്റ്റോട് പറയും, നേരെ നിന്നില്ലേ, അടുത്ത സ്ഥലമാറ്റം മണ്ടം വീട്ടിലാണ്. സ്വോത്രം. ഞാൻ കത്തയക്കുമെന്ന്. സ്വോത്രം. അതുകൊണ്ട് അത് ഇവിടെ തുടങ്ങിയതല്ല, പണ്ടേ തുടങ്ങിയതാ. 2 ചേച്ചിമാരെ കൊണ്ടുപോകണേ പാടാ. അന്നാ 2 കലം 2 ഗ്യാസ്. അങ്ങനെയെങ്കിൽ അബ്രഹാമിന് എന്തൊക്കെ കിട്ടിയെന്നറിയോ? നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ രാജ്യാൻ ഇവിടെ ഇരിപ്പുണ്ട്. തേക്കപാറ, അമ്പൂരി, കൂട്ടപ്പൂ, സമാധാനപുരം, 6 കാണി. സ്വോത്രം. അവിടെ കിട്ടിയത്. ടൗണെല്ലാം ആര് കൊണ്ടുപോയി? ലോത്ത്. നെയ്യാറ്റിൻകരയും കളിക്കാവളയും വെള്ളറുടെ എല്ലാം കൊണ്ടുപോയി. അബ്രഹാമിൻ്റെ കുടിൽ ദൈവസാന്നിധ്യം ഇറങ്ങി. വാർദ്ധക്യത്തിൽ ഒരു സന്തതി ജനിച്ചു, വേഗത്തിൽ ഇസഹാക്ക്. ഇസഹാക്കിന് വീണ്ടും 2 സന്തതികൾ ജനിച്ചു, ഏശാവും യാക്കോബും. അവിടെ ഇസ്രായേൽ തുടങ്ങുന്നത്. ഏശാവ് വനവേട്ടക്കാരന് നല്ല പുള്ളിക്കാരനുമായിരുന്നു, മൃഗവേട്ടക്കാരൻ. യാക്കോബ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആൾക്കാരുടെ കണക്കായിരുന്നു. അമ്മച്ചിയുടെ ചുരിദാറെ പിടിച്ച് പള്ളു കൊടുത്തി പോത്താവനായിരുന്നു യാക്കോബ്. സ്വോത്രം. അങ്ങനെ ഇരുന്നപ്പോൾ അപ്പച്ചന് പ്രായം ചെന്നപ്പോൾ കണ്ണ് മങ്ങി. ഈ ജെറുസലേമിലേക്ക് വരുക. അപ്പച്ചന് പ്രായം ചെന്നപ്പോൾ കണ്ണ് മങ്ങിയപ്പോൾ അമ്മച്ചി പറഞ്ഞു, ഇനി ചൈതന്യയിലും വാസലിലും കൊണ്ടുപോയിട്ട് കാര്യമില്ല. അപ്പച്ചനപ്പം മൃഗവേട്ട പക്ഷേ നല്ലതാ. മോനോട് പറഞ്ഞ് തോക്കെടുത്തിട്ട് ആ പാറശാല കഴിഞ്ഞിട്ട് അപ്പുറത്തോട്ട് പലകയിൽ കുറച്ച് വനമുണ്ട്, അവിടെ പോയി വല്ലത്തിനെ വെടിവെച്ച് കൊണ്ടുവരണമെന്ന്. സ്വോത്രം. മോൻ പറഞ്ഞ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ആ ഭാഗം അവിടെ നിൽക്കുമ്പോൾ ഇടയ്ക്ക് ചൂട് കൂടിയായിരുന്നു, 40 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അന്ന് ഏശാവ് എവിടെ പോയി? വനത്തിനകത്ത് പോയി. വേട്ട കഴിഞ്ഞ് വന്നപ്പോൾ യാക്കോബ് ഒരു കാര്യം ഉണ്ടാക്കി. നല്ല 1-ാം തരം 7up പയർവാസനത്തിനകത്ത് പനച്ചുമൂടിയിൽ നിന്ന് മേടിച്ച് ഇച്ചിരി എസൻസ് കൂടെ കുടഞ്ഞ്. സ്വോത്രം. ഏശാവ് വന്നപ്പോൾ അനിയാൻ ഭയങ്കര ചൂട്. 1 ഗ്ലാസ് വെള്ളം തരൂ, വെള്ളവും തരാം, പയർവാസവും തരാം, നല്ല ബിരിയാണിയും തരാം, പക്ഷേ ജ്യേഷ്ഠാവകാശം നീ തരണം. ഒരു ഊണിന് വേണ്ടി നമ്പർ 1 ജ്യേഷ്ഠാവകാശം. അവിടെ നിൽക്കട്ടെ. 2-ാമത്തെ കാര്യം, ഏശാവ് വരുന്നതിന് മുമ്പ് യാക്കോബ് അമ്മച്ചി പറഞ്ഞടാ, എടാ ഇവൻ അപ്പൻ്റെ അനുഗ്രഹം എല്ലാം മേടിച്ച് കളയും, അതുകൊണ്ട് നീ ഒരു പരിപാടി ചെയ്യണം, മൃഗത്തിനെ കൊണ്ടുവരണം, ഞാൻ ഒരു മട്ടൺ സ്റ്റൂ ഉണ്ടാക്കി കൊടുക്കാം. അപ്പച്ചിയുടെ മൃഗത്തിനെ കൊടുത്തു. മൃഗത്തിനെ കട്ട് ചെയ്തവൻ റെഡിയാക്കി നല്ല പുളിയും മുളകും ഒക്കെ തേച്ച്. അപ്പച്ചൻ ഇങ്ങനെ കണ്ണ് മനുങ്ങിയിരിക്കുക. അപ്പച്ചൻ്റെ അടുത്ത് പോയി ചെന്നിട്ട് ഒറ്റ വർത്താൻ, അപ്പച്ചാ നല്ല സുന്ദരമായ മട്ടൻ താ കറി കൊണ്ടുവന്നു. അപ്പച്ചൻ ചോദിച്ചു, ഇത് എവിടെ നിന്ന് കിട്ടി? അവിടെ അവൻ കള്ളം പറഞ്ഞു, കള്ളത്തിന് ഡോക്ടറേറ്റ് സ്വർഗത്തിലെ ദൈവം തന്നെന്ന്. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് അവന് വീണ്ടും ഒരു സംശയം അപ്പച്ചന്. അപ്പോൾ അവൻ പോയപ്പോഴേ ആരുടെ കുപ്പായ? ഏശാവിൻ്റെ രാമക്കുപ്പായം എടുത്തു. സ്വോത്രം. അവൻ മിമിക്രി, നമ്മുടെ കമലഹാസനും ജയറാമെന്നല്ല ആദ്യത്തെ മിമിക്രി. യവനായിരുന്നു മിമിക്രിയുടെ വില്ലൻ യാക്കോബ്. കൈ തടവി. ഉടനെ നീ എൻ്റെ ആദ്യജാതനായ ഏശാവ് തന്നെ ആണപ്പാ. അനുഗ്രഹവും കൂടെ മേടിച്ച്. 2 കാര്യം, 1 ജ്യേഷ്ഠാവകാശം, 2 അനുഗ്രഹം. യവൻ ആരാണെന്നറിയാമോ? നല്ല 1-ാം തരം തട്ടിപ്പ് PhD നേടിയവനായിരുന്നു. സ്വോത്രം. അവൻ അവിടെ നിന്നിട്ട് എന്ത് സംഭവിച്ചെന്നറിയോ? അമ്മച്ചി പറഞ്ഞു, ഇവിടെ രക്ഷയില്ല, നിങ്ങൾ കേൾക്കാൻ നിന്നത്തെ ചാനലുകാർ കേൾക്കാൻ വേണ്ടി ജെറുസലേം ഞാൻ കൊണ്ടുവരിക. അവൻ എന്തോ ഇത് അമ്മച്ചിയോട് പറഞ്ഞു, രക്ഷയില്ല. അമ്മച്ചി ഒരു വിസിറ്റ് വിസ പോലെ ഒരു പേപ്പർ എഴുതി, ലാബാൻ്റെ വീട്ടിലേക്ക് പോകാൻ. ഈ ചെറുപ്പക്കാരൻ രാവിലെ യാത്രയായി ഇവിടെ നിന്ന് ഇറങ്ങി വെള്ളറുടെ നിന്ന് യാത്ര മാർത്താണ്ഡത്ത് ചെന്ന് നട്ടാല മലയുടെ അവിടെ ചെന്നപ്പോൾ അവൻ്റെ കുടിവെള്ളവും തീർന്ന്, കയ്യും തീർന്ന്, കാലും തളർന്ന്. അതിൻ്റെ പേരാ ലൂസ്. അവിടെ കടന്നപ്പോൾ എന്നും വീട്ടിൽ 23-ൻ്റെ ഓതറേജിൻ്റെ AC കറുത്തമുത്തം കണ്ടുകൊണ്ടിരുന്നവൻ അന്ന് രാത്രി ഒരു തലയണ എടുത്ത് വെച്ച് കല്ല് സ്വോത്രം. ലാബാൻ്റെ വീട് അറിയത്തില്ല, പുറേ ഏശാവ്. അന്ന് രാത്രി അവൻ്റെ കണ്ണുനീർ തലയണയ്ക്കകത്തിറങ്ങി. ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങളുടെ 2ാമത് രാത്രി. എന്ന് രാത്രി നിൻ്റെ വീട്ടിനകത്ത്, കിടപ്പുമുറിക്കകത്ത്, നിൻ്റെ പുൽപ്പായ്ക്കകത്ത്
അകത്ത് കണ്ണുനീരിറങ്ങുമോ അന്ന് രാത്രി സ്വർഗത്തിൻ്റെ കോവണി നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായി ഈ രാത്രി മലയങ്കാവിൽ പറ, അവങ്കലേക്ക് നോക്കിയവർ ലൂസിലല്ല മലയങ്കാവിലും പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. പക്ഷേ വിളിച്ചു പറ, എളിയവർ നിലവിളിച്ച യഹോവ കേട്ടു. സ്വോത്രം. ഇന്ന് രാത്രി പറ, എല്ലാ വഴികളും അടയും, എല്ലാ വാതിലുകളും അടയും. നിന്നെ സഹായിക്കേണ്ടിയവരെല്ലാം നിനക്കെതിരെ നിൽക്കുക. എന്ന് രാത്രി നിന്റെ കിടക്കമറി കണ്ണുനീരിറങ്ങുമോ സ്വർഗത്തിൻ്റെ കോവണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. വചനത്തിൻ്റെ വാഗ്ദോരണികൾ കേട്ടുകൊണ്ട് ഇന്ന് രാത്രി ഗ്രൗണ്ട് വിട്ടു പോകുമ്പോൾ പറയണം, ഈ നവംബർ അവസാനിക്കുന്നതിന് മുമ്പ് എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിൽ ഒരു കോവണി സ്വർഗത്തിലെ ദൈവം ഇറക്കിത്തരും. വിശ്വസിക്കുന്നവർ പറയണ സഹോദരി, ആത്മാവിൻ്റെ കൃപയിൽ നടക്കുന്ന ഒരു യോഗമാ. ആയിരങ്ങൾ ഇതിനകത്തില്ലെങ്കിലും ചങ്കുറപ്പോടെ വചനം കേൾക്കാൻ ഇന്ന് രാത്രി വന്ന ചിലരുണ്ടെങ്കിൽ അവരുടെ മനസ്സുകൾ ഒരുക്കി ദൂത് കൊടുത്ത് മടക്കി വിടുന്ന സർവശക്തനെയാ ഈ രാത്രി നീ ആരാധിക്കുന്ന സ്വോത്രം. അതുകൊണ്ട് പറയണ, ഈ നവംബർ അവസാനിക്കുന്നതിന് മുമ്പ് ലൂസിനകത്തിറങ്ങി ഒരു കോവണി എൻ്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത് ഇറങ്ങി വരും. വചനം ഏറ്റെടുത്തുകൊണ്ട് ഈ രാത്രി മടങ്ങാവൂ. സ്വർഗം അവനോട് സംസാരിച്ചു. അവൻ പറഞ്ഞു, ഈ യാത്രയിൽ കൂടെ ഇരിക്കണം, കുടിക്കാനും കഴിപ്പാനും വെള്ളം തരണം, അപ്പൻ്റെ വീട്ടിൽ എത്തുന്നത് വരെ എന്നെ കാക്കണം. എവിടെ പോയി? ലാബാൻ്റെ വീട്ടിൽ ചെന്നിട്ട് എന്തോ ഇതെന്നറിയാമോ? ഇവൻ നല്ല അഭിഷേകമൊക്കെ കിട്ടിയാണ്. ലാബാൻ എന്താ പറഞ്ഞു? ആടുമാടുകളെ എല്ലാം ഏൽപ്പിച്ചു, എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു. 4 പെൺപിള്ളേർ പടിപടിയായി. ലേയ, റാഗേൽ, ബിൽഗ, സിൽപ്പ. 20 വർഷം പോയി. പാട്ടില്ല, ഉപവാസമില്ല, യോഗമില്ല, കാശ്. അന്നേരമാണ് ഈ ലാബാൻ്റെ കുഞ്ഞുങ്ങളെ ചെല്ലുമ്പോൾ കൊച്ചു പിള്ളേരായിരുന്നു. ഈ നമ്മുടെ ജിത്തുമാൻ്റെ കണക്കുള്ളവരായിരുന്നു. പിള്ളേർ ഒരു 10-20 വയസ്സായപ്പോൾ ഫ്രാൻസിലൊക്കെ പോയി. ലാബാൻ ആരായിരുന്നു? ഇവനേക്കാളും ബുദ്ധിയുള്ളവനായിരുന്നു. PhD മാസ്റ്റേഴ്സ് എടുത്തവനായിരുന്നു. ഇവനെ ഇട്ട് കട്ടപ്പണി ജയിച്ചെല്ലാം റെഡിയാക്കി. ലാബാൻ്റെ കുഞ്ഞുങ്ങൾ മടങ്ങി വന്നപ്പോൾ വീട്ടിലെ ആധാരം, പ്രമാണം, പറ്റിയിട്ട് കരമടച്ച രസീതെല്ലാം നോക്കിയപ്പോൾ ഈ ഉടായ്പ് യാക്കോബ് എല്ലാം അടിച്ചു വെച്ചിരിക്കുക. സ്വോത്രം. അന്ന് ഞാൻ പറയുന്ന പോലെ എൻ്റെ സ്നേഹിതന്മാർ ചെങ്കൽച്ചൂളയിലുള്ള പിള്ളേരുടെ കണക്ക് ലാബാൻ്റെ മക്കളെ ഇടയ്ക്കിടയ്ക്ക് കത്തിയും വടിവാളും വീശാൻ തുടങ്ങി. സ്വോത്രം. അപ്പം യാക്കോബിന് പിടികിട്ടി രക്ഷയില്ലെന്ന്. അപ്പൻ്റെ മുഖമാണെന്നുണ്ടെങ്കിൽ പേരൻ ലെവലിൽ തേച്ചാലും രക്ഷയില്ലാത്ത രീതി കടന്നൽ കുത്തികൊല്ലിരുന്നു. സ്വോത്രം. അന്ന് അപ്പച്ചൻ എവിടെയോ പോയി. പിള്ളേർ ഈമാർ ഊട്ടിയിലോ കൊടൈക്കനാലിലോ പോയപ്പോൾ 2 ഇനോവ ഉണ്ടായിരുന്നു. ഉടനെ ഈ ടയോട്ട ക്രിസ്റ്റയ്ക്കകത്ത് പെട്ടിയും കിടക്കായിട്ട് യാത്രയായി. ഗുഡ് ബൈ. വന്നത് എവിടാണെന്നറിയാമോ? യാബോക്കിൻ്റെ കടവിൽ വന്നപ്പോൾ യവൻ അക്കരെ കടക്കാൻ വയ്യ. കുഴപ്പക്കാരനല്ലോ, പെൺപിള്ളേരെ എങ്ങനെങ്കിലും കടത്തിവിടാം. അന്നത്തെ കാലത്ത് മനുഷ്യനും മാഞ്ചാതിയില്ല. വൈകിട്ടായപ്പോൾ ഒരു ദൂതൻ ഇങ്ങനെ പോകുന്നു. യാക്കോബിന് പിടി കിട്ടിയ ലൂസിലെ പഴയ ദർശനം ഒറ്റപ്പിടി കാലിനകത്ത്. സ്വോത്രം. കാലെ പിടിച്ചിട്ടൊരു മൽപ്പിടുത്തം ഇങ്ങനെ നടത്തി വന്നപ്പോൾ യവനൊട്ട് വിടത്തുമില്ല. ദൂതൻ എങ്ങനെ നിന്നു. സ്വർഗം അവസാനം അവനോട് പറഞ്ഞു, സംസാരിച്ചോളാൻ പറഞ്ഞു. യാക്കോബിനോട് നാടൻ ഭാഷ ചോദിച്ചു, കുഞ്ഞേ നിന്റെ പേരെന്തുവാണ് അപ്പനിട്ടത്? നാടൻ മലയാളം. യാക്കോബ് പറഞ്ഞു, എൻ്റെ പേര് യാക്കോബാ. ഇല്ല, ഇന്ന് നിന്റെ പേര് മാറ്റുകയാ. ആരാ? സ്വർഗത്തോടും ദൈവത്തോടും നീ മല്ല് പിടിച്ചത് കൊണ്ട്, സ്വർഗത്തോടും ദൂതനോടും മല്ല് പിടിച്ചുകൊണ്ട് നിന്റെ പേര് ഇസ്രായേൽ. കരമുയർത്തിയാട്ടെ. സ്വോത്രം. ചുമ്മാതെ ഏഷ്യാനെറ്റിനകത്ത്, മനോരമയ്ക്കകത്ത്, മംഗളത്തിനകത്ത് വന്ന് ചാനൽ ചർച്ച ചെയ്യുന്ന ചരിത്രം പഠിക്കാത്തൊരിത് പഠിക്കണം. ഞാൻ ചരിത്രം പഠിച്ചുകൊണ്ട് ഉൽപ്പത്തി 32:27 അന്ന് തുടങ്ങിയ പേരാ ഇസ്രായേൽ. അല്ല, മെനഞ്ഞാന്ന് പൊട്ടിമുളച്ചതല്ല. ചതിയൻ ചന്തുവായ യാക്കോബിന് സ്വർഗം കൊടുത്ത പേരാ ഇസ്രായേൽ. ആ സമയത്ത് അവരിഞ്ഞ് പോരുന്നു. സ്വോത്രം. അതിനുശേഷം യാക്കോബിനൊരു തലമുറ യോസഫ് അടിമ വീട്, പൊട്ടക്കിണർ. അത് കഴിഞ്ഞിട്ട് മിസ്രൈമിൻ്റെ പ്രധാനമന്ത്രിയായി. അപ്പനെയും കുഞ്ഞുങ്ങളെയും കൊണ്ടുപോകാൻ രഥം വന്ന് 72 അവസാനം എന്ന് നിർത്താവും. എന്നിട്ട് അവരവിടെ ചെന്നപ്പോൾ ഒരു ജാതിയായി പറവോൻ. ഒരു യഹൂദൻ 10 പേരെ കൊല്ലും. അന്നാ ഈ പറവോൻ കൽപ്പന കൊടുത്ത് എബ്രായ കുടിലിൽ വളരുന്ന കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ. കേട്ടോ? പഴയ നിയമത്തിൻ്റെ വിമോചകൻ മോശ ആഴമേറിയ ചെങ്കടൽ കടന്നു. ഒരുവനിൽ പേര് ഇസ്രായേൽ. മോശയുടെ കാലത്ത് അവരൊരു ജനമായി, ഇസ്രായേൽ ജനം. അവരെവിടെ വന്നെന്നറിയാമോ? വാഗ്ദത്ത കനാൻ. മോശ എവിടെ പോയി? യോശുവയും കാലേബും മുന്തിരിക്കൊല വെട്ടിക്കൊണ്ട് എവിടെ? കനാനിൽ അവറാച്ചാൻ ചവിട്ടിയ ഭൂമിയിൽ മടങ്ങി വന്നു. അവിടെ വന്നപ്പോൾ അവർ പാളയം അടിച്ചു തുടങ്ങി. സ്വർഗത്തോട് അവർ പറഞ്ഞു, ഒരു രാജാവിനെ വേണം. യാക്കോബിൽ ഇസ്രായേൽ, യോശുവായിൽ വന്നു. ദൈവജനമായി അവർ പെരുകിയപ്പോൾ ഒരു രാജാവിന് വേണം. ഒന്നാമത്തെ രാജാവായി ഇസ്രായേലിന്റെ രാജാവായി ശൗൽ. രണ്ടാമത്തെ രാജാവ് 40 വർഷം ദാവീദിന് ശേഷം ഒരുവൻ വന്നു, ശലോമോന് ശേഷം ശലോമോന്റെ തലമുറ രഹാബായാം. ആ കാലഘട്ടത്ത് ഇസ്രായേൽ 2ആയി വെട്ടിമുറിക്കപ്പെട്ടു. 1 ഇസ്രായേൽ തലസ്ഥാന ശമരിയ, 2 യഹൂദിയ തലസ്ഥാനം ജെറുസലേം. കരമുയർത്തിയാട്ട്. ഇത് ഇന്ന് നാളെ തുടങ്ങിയ വിഷയമല്ല. ചുമ്മാതെ രാഷ്ട്രീയക്കാരെല്ലാം ചർച്ച ചെയ്തിട്ടൊരു കാര്യമല്ല. ജെറുസലേം ഇനി കഥ മുൻപോട്ട്. കേട്ടോണേ, രാജ്യത്തങ്ങളെ വരവാണ്. ശ്രദ്ധയോടെ ഇരിക്കണമേ. ജെറുസലേമിലേക്ക് വരിക. 1
മിസ്രയീം, അത് കഴിഞ്ഞിട്ട് അശൂര്യർ, അത് കഴിഞ്ഞിട്ട് 4 രാജ്യത്വങ്ങൾ. അതാണ് ബൈബിളിനകത്ത് കൃത്യം. ബാബേൽ, മേദ്യ പാർസ്യ, അത് കഴിഞ്ഞിട്ട് ഗ്രീസ്, റോമ. അതാ 1 തുള്ളൻ, 2 വെട്ടുക്കിളി, 3 വെട്ടിൽ, 4 പച്ചപ്പുഴു. ഇതാ കരം. മക്കളെ ഇതൊക്കെ പഠിക്കണം. നിങ്ങൾ വേറെ ഈ ജനറൽ കൺവെൻഷനൊക്കെ പോയാൽ സമയം കഴിഞ്ഞ് കാനാവിലെ കല്യാണം, സ്വോത്രം, അല്ലെ അബ്രഹാം മലയിൽ പോയത്, അവിടെ കൊണ്ട് തീരുവ സ്വോത്രം. അബ്രഹാമിൻ്റെ കൊച്ചുമോൻ രാജാക്കന്മാരുടെ രാജാവായി വരാറായി, ഇതുവരെ യേശുവിനെ പറ്റി പ്രസംഗിക്കുന്നില്ല. ഇന്നും അവറാച്ച മലയിൽ പോയതും പറഞ്ഞുകൊണ്ടിരിക്കുക സ്വോത്രം. അത് ഈ പെന്തിക്കോസിൻ്റെ ഒരു തകരാറായിട്ടിരിക്കുക. ഇതൊക്കെ കേട്ടോണം, നോട്ട് എഴുതിക്കോണം. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാം, ഷൈജി പറഞ്ഞാൽ അല്ലേത്തല്ലേ എൻ്റെ കൈ പറിച്ചുകൊണ്ടിരിക്കുക, എത്ര നാളുണ്ടെന്ന് അറിയത്തില്ല സ്വോത്രം. അതിൻ്റെ ഇടയ്ക്ക് ഇന്നാൾ TPM ഒരു അപ്പച്ചൻ എന്നോട് പറഞ്ഞു, ഞാൻ ഒരു ദർശനം കണ്ട് നീ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് ചത്തു എന്ന് സ്വോത്രം. ഞാൻ പറഞ്ഞു, എന്നാൽ ഞാനല്ലേ ഏറ്റവും വലിയ ഭാഗ്യവാൻ, സ്റ്റേജ് നിൽക്കുമ്പോൾ ഒരു കുത്തിത്തിരിപ്പും ഇല്ലല്ലോ പാസ്റ്റർ, നേരെ പോകത്തില്ല സ്വോത്രം. TPM ഒരു അപ്പച്ചൻ പറയാൻ നേരെ കയറുമെന്ന് സ്വോത്രം എന്ന് പറഞ്ഞാൽ, മക്കളെ നിങ്ങൾ ഈ വാക്യങ്ങളൊക്കെ എഴുതി നിങ്ങളും പ്രസംഗിക്കണം. ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളല്ല, ഇവിടുത്തെ സഹോദരങ്ങൾ, ചേച്ചിമാരാകട്ടെ ചേട്ടന്മാരാകട്ടെ, പഠിക്കുന്ന കുഞ്ഞുങ്ങളാകട്ടെ, എല്ലാവരും യേശുപ്പച്ചനെ കുറിച്ചുള്ള രക്ഷയെ പ്രസംഗിക്കണം സ്വോത്രം. സ്റ്റേജിൽ പ്രസംഗിച്ചില്ലെങ്കിലും വേണ്ടിയല്ലോ, വഴിയിലെങ്കിലും ഒരു പോണി വിളിക്കുമ്പോൾ ഒരു ചേച്ചി വിളിക്കുക, ചേച്ചിയെ യേശു രാജാവായി വരാറായി, രക്ഷകനെ സ്വീകരിച്ചോ, അത് മതി സുവിശേഷം സ്വോത്രം. സ്റ്റേജ് തകർക്കുന്നതല്ല. ഇതാ മക്കളെ വോയിസ് ഓഫ് സുധിയിലെ കുഞ്ഞുങ്ങളങ്ങ് നോട്ട് ചെയ്താട്ടെ. ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ ആ 4 രാജ്യത്വങ്ങൾ കഴിഞ്ഞപ്പോൾ റോമിൻ്റെ സാമ്രാജ്യം അവരെ വാണു. ഇന്നെ 1917 വരെ AD 30 അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും. അവർ ലോകത്തിൻ്റെ 5 വൻകരകൾ, കൊച്ചി മട്ടാഞ്ചേരി മുതൽ ഏകദേശം ആഫ്രിക്ക വരെ 110 രാജ്യങ്ങൾ ചിതറി. 17 ചിയാം വൈസ്മാൻ അത്തിച്ചെടി കുഴിച്ചു വെച്ചു. 48 മെയ് 14 ഡേവിഡ് ബെൻഗൂറിയൻ കൊടി ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വന്നു. 1 ജെറുസലേം, 2 പരിഭ്രമപാത്രം. 67 അറബ് ഇസ്രയേൽ വാർ. ഇന്നലെ രാത്രി ഞാൻ സൂചിപ്പിച്ച ഭാഗം ഇനി കുഞ്ഞ് പടപട വായിക്കും. 20,750 കിലോമീറ്റർ ചരിത്രം പഠിക്കുന്നവർ ജെറുസലേം. 6,750 പലസ്തീൻ, റമല്ല, വെസ്റ്റ് ബാങ്ക്, അതിനോട് ചേർന്ന് ജാഫ്ലിയ, ജെനിൻ. ഇതൊക്കെയാണ് നിങ്ങളുടെ ചാനലിൽ കാണുന്നത്. ഇപ്പുറത്ത് മെഡിറ്ററേനിയനിൽ കിടക്കുന്ന ഗാസയിൽ 2 ഭാഗം, ഖാൻ യൂനിസ്, സഹർ. ഈ 20,750 671 കിലോമീറ്റർ ജെറുസലേം, കിഴക്കൻ ജെറുസലേം. 67 ആര് പിടിച്ചു ജെറുസലേം? ഇസ്രായേൽ പിടിച്ചെടുത്തു. കേൾക്കണേ, ഈ ജെറുസലേമിലേക്ക് അന്തിമയുദ്ധം. ഒന്നാമത്തെ കാര്യം. 2 ഭാഗം 2 ഇവിടെ തീർന്നു. 1 ജെറുസലേം, 2 67 അറബ് ഇസ്രായേൽ വാർ. ഈസ്റ്റ് ജെറുസലേം ഇസ്രായേൽ പിടിച്ചു. 3 ഒരു ചേട്ടൻ അമേരിക്കയിൽ വന്നു, ഭാരമുള്ള കല്ല്. അജീത് കണ്ടോണം, ജെറുസലേം ദാ കിടക്കുന്നു. അതിൻ്റെ ടെല്ലവീവായിരുന്നു ജെറുസലേമിൻ്റെ തലസ്ഥാനം. ട്രംപ് ജെറുസലേമിനെ ഇസ്രായേലിൻ്റെ തലസ്ഥാനമാക്കി. കേട്ടോണേ, ഭാരമുള്ള കല്ല്. ഞാനത് പറഞ്ഞുതരാം. ദാ കിടക്കുന്നു. ലോകം വിട്ടുനിന്നു. ജെറുസലേമിൽ US എംബസി തുറന്നു. ഇന്ത്യയിലെ നരേന്ദ്രമോദി സാറും പറയുമോ, ഞങ്ങളും തുറക്കാം. എന്തിനാ? ആലയം പണിയാൻ വേണ്ടി. 3 ഇനി UN-നകത്ത് വരാൻ പോന്നു ഇസ്രായേൽ, ജൂതരാഷ്ട്രം. പലസ്തീന് കേസ് കൊടുക്കാനും പറ്റത്തില്ല. ഈ 3 കാര്യമാ ഇന്നെങ്കിൽ. ഇനി ഒരു കാര്യം മനസ്സിലാക്കണം, ജെറുസലേമിൻ്റെ പ്രത്യേകത. അന്തിമ യുദ്ധം ജെറുസലേമിലേക്ക്. നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്യാം, പിന്നെ റെഡ് മീഡിയയും കാണാം. 15 കാര്യങ്ങൾ ജെറുസലേം. 1 ദാവീദിൻ്റെ പട്ടണം. 2 5000 വർഷം പഴക്കമുള്ള സ്ഥലം. 3 മതങ്ങളുടെ സംഗമഭൂമി. 4 മക്ക മദീന കഴിഞ്ഞാൽ അൽ-അഖ്സ മോസ്ക്. 5 ഇസ്ലാം സഹോദരങ്ങൾ പറയുന്നു, മുഹമ്മദ് നബി വന്ന് കുതിരപ്പുറത്ത് കയറി ആകാശത്തിലേക്ക് പോയ ഡോം ഓഫ് റോക്ക് ഇവിടെ. അത് ചരിത്രത്തിൽ തെറ്റ്. ആ പാറ ഏതാണെന്നറിയാമോ? അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിച്ച പാറയാണ് അവരിത് ചൂണ്ടിക്കാണിക്കുന്നത്. 6 യേശുവിൻ്റെ ക്രൂശീകരണം ഇവിടെ. 7 യേശുവിൻ്റെ കല്ലറ ഇതിനോട് ചേർന്ന്. 8 യേശുവിൻ്റെ അമ്മ മറിയയുടെ കല്ലറ ഇവിടെ. 9 തൈലലേപനം നടത്തിയത് ഇവിടെ. 10 കിദ്രോൻ തോട് ഇവിടെ. 11 ലോക ചരിത്രത്തിൽ 60 പ്രാവശ്യം യുദ്ധം. 12 40 പ്രാവശ്യം ജനമോടി. 13 23 പ്രാവശ്യം മുറിവേറ്റു. 14 യഹൂദന് സ്വാതന്ത്ര്യം കൊടുത്തൊരു ചെറുപ്പക്കാരനുണ്ട്, തിയോഡർ ഹെർസൺ, അവൻ്റെ കല്ലറ ഇവിടെ. 15 ഇന്ന് ഇസ്രയേലിൻ്റെ ശലോമോൻ്റെ ദൈവാലയത്തിൻ്റെ വെസ്റ്റേൺ വാളും കിഴക്കേ വാതിലും അവിടെ. ഇതാണ് അന്തിമ യുദ്ധം. 3 പ്രവചനം മനസ്സിലാക്കണം. ഇതാണ് സുവിശേഷം. 1 ജെറുസലേം, 2 പരിഭ്രമപാത്രം, 3 ഭാരമുള്ള കല്ലെങ്കിൽ. ഇനി വാക്യം പുറകെ വായിച്ചു തരും. ഇന്ന് രാത്രി നാം ഇവിടെ നിൽക്കുമ്പോൾ സൗദിയിൽ കോൺഫറൻസ് നടക്കുന്നു, കാര്യങ്ങൾ നടക്കുന്നെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്, ഈ ഇസ്രയേലിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന 5 രാജ്യങ്ങളുണ്ട്. 1 അമേരിക്ക, 2 കാനഡ, 3 ഓസ്ട്രേലിയ, 4 ബ്രിട്ടൻ, 5 ഫ്രാൻസ്. എവരവനെ കൈയൊഴിയും. അങ്ങനെയെങ്കിൽ
യുണൈറ്റഡ് നേഷൻസിനകത്തുനിന്ന് ഈ രാജ്യങ്ങളുടെ വീറ്റോ പവർ ഇല്ലാതാകും. അക്കാരം ഒന്ന് ഉയർത്തണം. ഇന്ന് ഇസ്രയേലിനെതിരെ ഏത് പ്രശ്നം വരുമ്പോഴും വീറ്റോ ചെയ്യുന്ന രാജ്യങ്ങൾ അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ. 5 വീറ്റോക്കാരേ ഉള്ളൂ. റഷ്യയും ചൈനയും മാറിക്കും. ഈ പണം കുറഞ്ഞാൽ ആ രാജ്യം റഷ്യയിൽ നിന്ന് അല്ല ഈ UN-നകത്ത് പോകും. അങ്ങനെയെങ്കിൽ ഇസ്രയേൽ നിലവിളിക്കും അന്തിമ യുദ്ധത്തിലേക്ക്. വായിക്കാം യിരെമ്യാ പ്രവചനം. ഇനി എല്ലാം നിങ്ങൾ നോക്കിക്കോണം. ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരും. യിരെമ്യാ പ്രവചനം വായിച്ചിട്ട് കുഞ്ഞ് 22-ാം അധ്യായം 21-22 വാക്യങ്ങൾ. ഇനി വചനം വേഗത്തിൽ പോകും. വായിച്ചട്ടെ. യിരെമ്യാ പ്രവചനം 22 വാക്യങ്ങൾ വായിക്കാം. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു. നീയോ ഞാൻ കേൾക്കയില്ല എന്ന് പറഞ്ഞു. ഞാൻ കേൾക്കയില്ലെന്ന് പറഞ്ഞു. അടുത്തത് എന്റെ വാക്ക് അനുസരിക്കാതിരിക്കുന്നത് ബാല്യം മുതൽ നിനക്കുള്ള ശീലം. പണ്ടേ നിനക്കുള്ള ശീലമല്ലയോ? കഴുത അന്വേഷിച്ച് പോയ ശൗലിനെ ഇസ്രായേലിന്റെ രാജാവാക്കിയില്ലോ. അവസാനം ദൈവത്തിന്റെ പ്ലാൻ വിട്ടുപോയില്ലോ. ദാവീദിനെതിരെ കുന്തോറിയൊക്കെ അല്ലായിരുന്നു. സന്തോഷമില്ലല്ലോ. അവസാനം അവൻ കുന്തം കൊണ്ട് തീർന്നില്ല അച്ചായ? സന്തോഷമില്ല. രണ്ടാമതൊരുത്തം ഉണ്ടായിരുന്നു ദാവീദ്. കാട്ടിനകത്ത് കരമടിച്ചുകൊണ്ട് കിടന്നവനെ ഇസ്രായേലിൻ്റെ മധുരകരമായ രാജാവാക്കി. അവൻ പിന്നെ മീക്കളിൻ്റെ ഭാര്യയും കിട്ടി, നല്ല വണ്ടിയും കിട്ടി. ആ കാറിന് വല്ലതും ചർച്ചിപ്പാറുണ്ടായിരുന്നു? ഇല്ല. മലയങ്കാവ് ഇരുന്ന് സാംസങ് ഗാലക്സി വെച്ച് പടം എടുത്തുകൊണ്ടിരുന്നേ. അപ്പോൾ ഒരാളെ കിട്ടി, ഊര്യാവിൻ്റെ ഭാര്യ. ആൾക്കാരെ വിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് സന്തോഷമായിട്ട്. കാര്യവും കൈവിടപ്പെട്ടു പോയി. സ്വോത്രം. ആ സമയത്ത് കാരക്കോണം മെഡിക്കൽ കോളേജ് എടുക്കിയാൽ ആ സമയത്ത് ഊര്യാവിനെ ആളെ വിട്ട് വിളിച്ച്. ഊര്യാവ് എന്തോ ഇതെന്നറിയാം, ഇവിടെ വന്ന് ദാവീദ് പറഞ്ഞു നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്, നീയും ഭാര്യയും കൂടെ കൊക്കക്കോള അൽഫകാവും കഴിച്ച് അവിടെ കിടന്നോളാം. സ്വോത്രം. ഊര്യാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ദാവീദ്, എൻ്റെ ജനം ഇസ്രായേൽ പാളയത്ത് യുദ്ധത്തിൽ കിടക്കുമ്പോൾ ഞാൻ ഭാര്യയായിട്ട് കൊക്കക്കോള കഴിച്ച് കിടക്കാനൊന്ന്. സ്വോത്രം. ഊര്യാവ് കേട്ടില്ല. അവസാനം ഞങ്ങൾ കൊട്ടേഷൻ കൊടുക്കുന്ന ഒരു ഊര്യാവിനെയും തട്ടി. സ്വോത്രം. അങ്ങനെ ഇരുന്നപ്പോഴേ സഭയെ ഒരു ഉപവാസം 21-ൻ്റെ അവസാന രാത്രി പ്രഭാതത്തിൽ ഈ വീട്ടിലിരുന്ന് ഓൺലൈൻ കണ്ട് ദാവീദ് വിചാരിച്ച എല്ലാ ഭാരങ്ങളും നീങ്ങിപ്പോകുമെന്ന്. നേരെ എവിടെ ചെന്നെന്നറിയാമോ? പഴയ ഒരു ജുബ്ബയൊക്കെ ഇട്ട് ഞങ്ങളുടെ പോക്ക് പോലെ ദൈവസഭയിൽ ചെന്ന്. ദാവീദ് രാജാവ് വന്നപ്പോഴേ സഭയിലെ പാസ്റ്റ് പറഞ്ഞു, കിങ് ദാവീദ് ഈസ് കമ്മിങ് ടുഡേ ഗിവിങ് എ ടെസ്റ്റിമണി. നല്ലൊരു സാക്ഷ്യം പറയുമെന്ന്. സ്വോത്രം. മൈക്കെടുത്തിട്ട് ആദ്യത്തെ പാട്ട്, എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. അപ്പം അതിൻ്റെ പുറകെ ഒരു പുള്ളി ഇരിക്കുന്ന നാദാൻ. സ്വോത്രം. നാദാൻ മിണ്ടിയില്ല. നല്ലൊരു പ്രഭാഷണം കഴിഞ്ഞ് ഉച്ചയായപ്പോൾ ദാവീദ് പറഞ്ഞു, നാദാനെ നമ്മുടെ വീട്ടിൽ ഒരു പ്രവാചകനെ ഭയങ്കര ആവശ്യം, ഒന്ന് വന്നിരുന്നേ വളരെ സന്തോഷമായിരുന്നു. ഞാനും ആഗ്രഹിച്ച് അങ്ങോട്ട് വരാനാ. സ്വോത്രം. ഞങ്ങൾ കാശുള്ളവരടുത്തല്ല പോകത്തുള്ളൂ. സ്വോത്രം. ആ സമയത്ത് നാദാൻ വീട്ടിൽ ചെന്നുടനെ ദാവീദിൻ്റെ ഭാര്യ നല്ല ചിക്കൻ കട്ട്ലേറ്റും ബ്രൂ കോഫിയും കൊടുത്ത് ഫ്രൈഡ് റൈസ് കുക്കറിലാന്ന്. അപ്പോൾ നാദാൻ പറഞ്ഞു, ഫ്രൈഡ് റൈസ് അവിടെ ഇരിക്കട്ട്, എനിക്കൊരു സംഭാഷണം നടത്താൻ ആഗ്രഹമുണ്ടെന്ന്. ദാവീദിനെ മുഖാമുഖം വരുത്തിയിട്ട് നല്ലൊരു കഥ പറഞ്ഞു. കഥ എന്താണെന്നറിയാമോ? ഒരു രാജ്യത്തിൽ നല്ല രാജാവ്, നല്ല ആടുകളുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പാവപ്പെട്ട ഒരു കൂലിപ്പണിക്കാരനുണ്ട്. അവൻ്റെ വീട്ടിൽ ഒരു കുഞ്ഞാടുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾ അതിന് ഇലയും തോലും കൊടുത്ത് ആ പാല് പിഴിഞ്ഞ് മിൽമയെ കൊടുത്തിട്ട് അരിയും പലകാരവും മേടിച്ചെന്ന്. സ്വോത്രം. അപ്പം ധനവാൻ്റെ വീട്ടിൽ ഒരു വലിയ പ്രമാണി വന്നപ്പോൾ ഇവ ആളെ വിട്ട് ആ കുഞ്ഞാടിനെ വിളിച്ച് നല്ലതുപോലെ വീട്ടിനകത്ത് സ്റ്റൂ ആക്കി കൊടുത്തത്. ഈ കാട്ടിനകത്ത് ആട്ടിൻ്റെ രോമമെല്ലാം കിട്ടിയവനുണ്ട്. ഒറ്റച്ചാട്ടം. സ്വോത്രം. ആരാ ആ കൊലപാതകം ചെയ്ത്? ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാരാന്നേ പറഞ്ഞേന്. സാർ ഇരിക്ക്, LDF വരും, എല്ലാം ശരിയാകും. സ്വോത്രം. ഞങ്ങൾ ബാംഗ്ലൂരിൽ നാളെ ഇറക്കിത്തരാം, അല്ലേ ഒരു 14 ഇരിക്കാം. പക്ഷെ നാദാൻ പറഞ്ഞത് എന്താന്ന്? എടാ കള്ളം ചെയ്ത ദാവീദ്, നീയാടാ അത് ചെയ്ത. സ്വോത്രം. സ്വോത്രം. ഇതാണ് ഒറിജിനൽ പ്രവചനം. അത് കേട്ടടനെ അവൻ്റെ ഏപ്പാടാൻ തുടങ്ങി, മുട്ടുമടക്കി 51-ാം സങ്കീർത്തനം എഴുതി. ഓ, എൻ്റെ ലംഘനങ്ങളെ മായിച്ച് ബഹുത്വത്തിൻ കരുണയിൻ പ്രകാരം എൻ്റെ ജീവിതത്തിൽ വന്ന കുറവുകളെ മാറ്റി നല്ലൊരു ഹൃദയത്തിനുടമയാക്കി മാറ്റണമേ. ഇതാച്ചായ മാമേ പ്രവചനം. സ്വോത്രം. പ്രവചനം എന്താ? പെന്തക്കോസിൽ വഴിവിട്ടു പോയ ഒരു ദൈവക്കുഞ്ഞിൻ്റെ അടുത്ത് അവൻ ചെയ്ത പാപത്തെപ്പറ്റി ബോധ്യപ്പെടുത്തി ഒരിക്കൽ കൂടി മടക്കിക്കൊണ്ടുവന്ന് കൃപാസനത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കി അവൻ്റെ നിത്യതയെ വരച്ചു കാട്ടുന്ന പരിപാടിയാ പ്രവചനം. സ്വോത്രം. ഇന്നത്തെ ഞങ്ങളുടെ പ്രവാചകന്മാർ ഇനി വന്നില്ലേലും കുഴപ്പമില്ല. സ്വോത്രം. വിഷമിക്കേണ്ട പവിത്ര സാറേ, ഇവിടെ വന്നില്ലെങ്കിൽ CSIക്കാർ മാടി വിളിച്ചുകൊണ്ടിരിക്കുക. ഞാനുമായിട്ട് ഒത്തിരി തട്ടുമുട്ട് നടന്നത് ആ ധർമ്മരാജ റസാലം. ഇപ്പം ഇറങ്ങിപ്പോയ പോക്ക് കണ്ടോ? ഇപ്പം വന്ന ബിഷപ്പാരാന്നറിയോ? എന്നെക്കായാലും വേളയത് എൻ്റെ കൂട്ടുകാരൻ കോട്ടയത്ത് നടന്ന ഫ്രാൻസിസ് തിരുമേനി. കിട്ടിയ ഉടനെ എന്നെ വിളിച്ച് പാസ്റ്റർ സ്ഥലത്തുണ്ടോ കാണണമെന്ന്. ഞാൻ പറഞ്ഞു കാണാമെന്ന്. സ്വോത്രം. അവരുടെ കൺവെൻഷനിൽ കോട്ടയം മൊത്തം ഞാനാ പ്രസംഗിക്കുന്നത്. സ്വോത്രം. കുഴപ്പമില്ല. പെന്തിക്കോസുകാർ വിളിച്ചില്ല, CSIക്കാർ വിളിക്കത്തില്ലേ? സന്തോഷമില്ലേ? സ്വോത്രം. എത്ര നല്ല കാര്യം. 4 ദിവസം മലയങ്കാവും വെള്ളറുടെ ആറാട്ടുകുഴി CSI പള്ളിയെ ചെന്ന് എൻ്റെ പേര് വെച്ചാൽ അത് ഫ്രീ ആയിട്ട് ചായയിട്ട് ഇവിടെ എല്ലാം ഞാൻ പ്രസംഗിച്ച ഷൈജുവിനറിയും. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പെന്തിക്കോസിനകത്തെ പ്രവാചകന്മാരുടെ പരിപാടി എന്തുവാ? ബുള്ളറ്റ് വരും, അമ്മാമ്മയുടെ തല ആട്ടുകല്ലിട്ടുന്നു കറക്കുന്ന പോലെ
ഇറക്കും. സ്വോത്രം. അമ്മാമ്മയെ പിന്നെ നടുവേദനയ്ക്ക് കാശ് മേടിച്ചോണ്ട് സ്വോത്രം. അത് മാത്രമല്ല, പ്രവാചകന്മാർ മാത്രമല്ല, ഇന്ന് പച്ചയ്ക്ക് പറയാൻ നാളെ വന്നില്ലെങ്കിൽ പ്രവാചകിമാരും ഇന്ന് തകർത്തുകൊണ്ടിരിക്കുക. സ്വോത്രം. ഞാൻ ഒറ്റ കാര്യം പറയും, സഹോദരിമാർ കേട്ടുകൊണ്ടിരിക്കുക, നിങ്ങൾ പ്രസംഗിക്കണം, രക്ഷയുടെ ദൂത് പറയണം. ആവശ്യമില്ലാത്ത വീടും കാറും വരുമെന്ന് ദയവ് ചെയ്ത് ചാനലിൽ കൂടെ പറയരുത്. സ്വോത്രം. മുമ്പേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതി അന്വേഷിക്കുക. സ്വോത്രം. അപ്പോൾ വീടും കിട്ടും, കാറും കിട്ടും. അല്ലാതെ ഈ സ്റ്റേജ് ചില സൂം മീറ്റിംഗ്, ഇന്നാൾ ഒരു പയ്യൻ എനിക്ക് ലൈവ് ഇട്ടിട്ട് വന്ന് പ്രവാചക ഇന്ന് മേശ തകർക്കുമെന്ന്. ഞാൻ പറയും കൈ കെട്ടിക്കൊണ്ടാവുന്നത് മേശയിട്ട് അടിയോട് അടിയിച്ചോ. ഇതൊന്നുമല്ല പ്രവാചകൻ. ഇന്ന് കൊട്ടാരക്കര വേറെ, നിലമ്പൂർ വേറെ, കോട്ടയം വേറെ. പച്ചയ്ക്ക് ഞാൻ പറയാം, ഇന്നാൾ ആറന്മുളയ്ക്ക് അടുത്ത് കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയപ്പോൾ ഒരച്ചായൻ ലാസ്റ്റ് രഹസ്യമായിട്ട് വിളിച്ചുകൊണ്ട് വന്ന് പറയാം, കർത്താവ് ആ കുഞ്ഞിനെ എവിടെ കൊണ്ടുവന്നതെന്ന്. ഞാൻ പറഞ്ഞു പിന്നെ കർത്താവ് അറിയാതെന്നോ ഞാൻ വന്നേ. പവിത്ര സാറേ, പുള്ളി എന്നോട് പറയാന്ന്, എൻ്റെ വീട്ടിൽ വന്ന പ്രവാചകതി വീട്ടിന് പാലുകാച്ചിന് കൊണ്ടുവന്ന ഫ്രിഡ്ജുമായിട്ട് പോയെന്ന്. സ്വോത്രം. ഞാൻ പറഞ്ഞു അവർ അനുഗ്രഹിക്കപ്പെട്ടവരാ, വേറെ വല്ലവരും അതിനെ പ്രമാണം കൂടെ കൊണ്ടുപോയെന്ന്. സ്വോത്രം. പെന്തിക്കോസ്തുകാർ കേൾക്കട്ടെ. സ്വോത്രം. പച്ചയ്ക്ക് ഞാൻ പറയാം, എന്തിനാ വിഷമിക്കുന്നത്? സ്വോത്രം. അപ്പം പറയാം ഞാൻ വിശുദ്ധനായിരുന്നു, ഞാൻ അങ്ങ് അത്രയും വിശുദ്ധനായിരുന്നു, വല്ല ലക്ഷക്കണക്കിന് ജോലിയും മേടിച്ച് നിന്നതിന്. സ്വോത്രം. എൻ്റെ എത്ര കുഴപ്പമുണ്ടായിട്ട് ഞാൻ ഈ ബൈബിൾ എടുക്കേണ്ടി വന്നു. സ്വോത്രം. അതുകൊണ്ട് പറയാം, മക്കളെ, പ്രവചനം നല്ലതാ. ഞാൻ നിൽക്കുന്ന പ്രവചനത്തില ഒരു പ്രവചനത്തിൻ്റെ ദൂത് പറയേണ്ട ദൈവദാസൻ അല്ലെ ദൈവദാസിമാർ ഇവിടെ ഇരിപ്പുണ്ട്. മക്കളെ, നിങ്ങളെ ഒരു പ്രവചന ശുശ്രൂഷയ്ക്ക് വിളിച്ചാൽ പോകണം. പക്ഷെ ഒരു കാര്യം, 6 ദിവസമെങ്കിലും ദൈവസന്നിധി കരഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ അവിടെ ചെന്നിരിക്കുമ്പോൾ ദാനിയേലിനോട് ഇടപെട്ട് മറഞ്ഞിരിക്കുന്ന രഹസ്യം എന്നെ വെളിപ്പെടുത്തി തരണം. ആ സഭയ്ക്ക് അതൊരനുഗ്രഹമായിരിക്കണം. ഒരു വാക്കൂടെ കടന്ന് സജുജാ തന്നെ ഒരു പറയാം, അതിനകത്ത് വീണ് പോയ ഒരു പാപി ഉണ്ടെങ്കിൽ അവൻ കരഞ്ഞെഴുന്നേക്കുകയും ചെയ്യണം. ഇതാണ് പ്രവചനം. സ്വോത്രം. പെന്തക്കോസിന് ഇന്ന് മുച്ചൂട് മുടിച്ചൊരു പരിപാടിയാണ്. ഇന്ന് ഷൈജൂടെ ഒരു വലിയ പ്രവാചകൻ വരട്ടെന്ന് പറഞ്ഞാൽ സിറ്റിയിൽ നിന്ന് കാറ് പിടിച്ച ആൾ വന്നതിൻ്റെ ദൂത് കേൾക്കായി. സ്വോത്രം. മക്കളെ, നിങ്ങളുടെ ദൂത് ഈ ജീവൻ്റെ പുസ്തകത്തിലുണ്ട്. യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നത് തക്ക സമയത്ത് ഫലം കായ്ക്കുന്ന ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അതുകൊണ്ട് നിന്റെ പ്രവചന ദൂത് ഇതിലുണ്ട്. പ്രവചനം തെറ്റല്ല, പ്രവചനത്തെ തുച്ഛീകരിക്കരുത്. 1, പ്രവചനം ഒരു അനുഗ്രഹത്തിനാകട്ടെ. 2, വീണുപോയ ഒരു കുഞ്ഞിനെ ദൈവസാന്നിധ്യത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന പ്രവാചകന്മാരും ദൈവദാസിമാരും ഈ തലമുറയിൽ എഴുന്നേൽക്കട്ടെ. സ്വോത്രം. അത് കണ്ട് ഇന്ന് രാത്രി നിന്റെ ശുഭകാലത്ത് നിന്നോട് ഞാൻ അരുളി. അത് കഴിഞ്ഞിട്ട് കണ്ടോ, നിന്നെ അടുത്ത വാക്ക് വായിച്ചാട്ട്, നിന്നെ മേയിക്കുന്നവരെ. വേഗത്തിൽ വായിച്ചാട്ട് മക്കളെ. നിന്നെ മേയിക്കുന്നവരെയൊക്കെയും കൊടുങ്കാറ്റ് മേയിക്കും. ദാണ്ട ഇന്ന് നിന്നെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന 5 രാജ്യങ്ങൾ. അതൊക്കെ അമേരിക്ക, കാനഡ, ഫ്രാൻസ്, ബ്രിട്ടൻ, ഓസ്ട്രേലിയ. ഇവരെല്ലാം കൊടുങ്കാറ്റ് മേയ്ക്കുക. സഹോദരങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഞാൻ അമേരിക്കയിൽ പോയിട്ടില്ല, കാനഡയിൽ പോയിട്ടില്ല, ഓസ്ട്രേലിയയിൽ പോയിട്ടില്ല. ഞാൻ പഠിപ്പിച്ച കുഞ്ഞുങ്ങൾ UK-യിലും എല്ലാം ഉണ്ട്. ഇന്ന് കേൾക്കണം, 3 രാജ്യങ്ങൾ സാമ്പത്തികത്തിൽ വീണുകൊണ്ടിരിക്കുക. കൊടുങ്കാറ്റ് റീത്തയും കത്രീനയും വിൽമയും ഹാർവി, ഓർമ്മ, മാത്യു, ഫ്ലോറൻസ് ഒന്നുമല്ല. സാമ്പത്തിക മാന്ദ്യം. അമേരിക്ക കുഴയുന്നു. കാനഡ കുഞ്ഞുങ്ങൾക്ക് ജോലിയില്ല. ബ്രിട്ടനിൽ പോയവർ കരയുന്നു. ചേച്ചിമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, കുഞ്ഞുങ്ങളെ ഈ 3 രാജ്യത്തേക്കും വിടുകയോ കല്യാണം കഴിക്കുകയോ ചെയ്യരുത്. 2 സ്ഥലത്തേക്ക് വിടണം. ചായ എനിക്ക് മേടിച്ചു തരണം. 1 ഫ്രാൻസ്, 2 ഓസ്ട്രേലിയ. കൊള്ളാവുന്ന സ്ഥലം, കര ഉയർത്തിയാട്ട്. ബാക്കി അങ്ങോട്ടും വിടരുത്. അവിടെ വിടുമ്പോൾ ഒരു ചായ എനിക്ക് മേടിച്ചു തരണം കേട്ടോ. അങ്ങനെയെങ്കിൽ ഇവരുടെ 3 കൂട്ടുകാർ ഇസ്രായേലിന്റെ പോകും. അടുത്ത നിന്റെ സ്നേഹിതന്മാർ. കുഞ്ഞു വായിച്ചാട്ടെ. നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക് പോകും. ദാണ്ട് ഇന്ന് ഇസ്രായേലുമായിട്ട് അടിയുണ്ടായപ്പോൾ 5 നേതാക്കളെ ഇറങ്ങി വന്ന്. ബൈഡൻ, ഋഷി സുനക്, ഇമ്മാനുവൽ മാക്രോൺ, കാനഡയിലെ ജസ്റ്റിൻ ട്രൂഡോ, ഓസ്ട്രേലിയയിലെ കപ്പലും 5 പേരും വന്ന്. കാശില്ലാതെ വരുമ്പോൾ ഇവർ പിന്മാറും. നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക് പോകും. ഷൈജുവിനെ തന്നെ പിടിക്കാം പ്രിയമോൻ. കാര്യം അവൻ ഇപ്പം വേറെ ദൂരെ ആലുവ അങ്കമാലിയ. ഇവിടെ അവൻ തിരിച്ചു വന്നപ്പോൾ മലയങ്കാവി ഒരു സ്നേഹിതൻ ഒരു പച്ചക്കറി കട ഇട്ടു. അതിൻ്റെ പേര് പ്രവാസി പച്ചക്കറി കട. തോലടി ചെന്നപ്പം ഒരു തട്ടുകട, പ്രവാസി തട്ടുകട. അതിൻ്റെ ഇപ്പുറത്ത് ഒരാട്ടോയുടെ പേര് പ്രവാസി ആട്ടോ. ഇവൻ നേരത്തെ സൗദിയിലായിരുന്നു, ഐസ്ക്രീം കടയായിരുന്നു കേട്ടോ. അറബി ഐസ്ക്രീം കട എടുത്തവനുള്ളത് കൊടുത്തു വിട്ട്. ഷൈജു വന്നിട്ട് ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, മോൻ ഇനി പോകുന്നില്ലേ? അപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഷൈജു അണ്ണ മലയങ്കാവ് ഭാഷ കണ്ടില്ലേ, അതല്ലേ എൻ്റെ തട്ടുകടയുടെ പേര് പ്രവാസി തട്ടുകട, എൻ്റെ ആട്ടോയുടെ പേര് പ്രവാസി ആട്ടോ, എൻ്റെ പച്ചക്കറി കടയുടെ പേര് പ്രവാസി പച്ചക്കറി കട. ഗുഡ് ബൈ. സ്വോത്രം. അതുപോലെ ഇന്ന് ഇസ്രയേലിന് പിന്തുണ കൊടുക്കുന്ന സകല രാജ്യങ്ങളും ചക്രം പോകുമ്പോൾ പിന്മാറും. അന്നാണ് ഇസ്രായേലിന് നേരെ ആക്രമണം. അടുത്ത വാക്ക് മോള് വായിച്ചാട്ടെ. അപ്പോൾ നീ നിന്റെ സകല ദുഷ്ടതയും. ഇന്ന് യൂഹിയൻ പറഞ്ഞാൽ കേൾക്കത്തില്ല.
ഇന്ത്യ പറഞ്ഞാൽ കേൾക്കത്തില്ല, നാട്ടുകാരും പറഞ്ഞ് കേൾക്കാത്ത ഇസ്രായേലേ, നീ കഷ്ടത മൂലം നിലവിളിക്കുന്ന കാലം വരാറായി. ഇന്ന് രാത്രി വിശ്വാസത്തോടെ സൈന്യങ്ങൾ യെരൂശലേമിന് വളഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തുവല്ലോ. സ്വോത്രം. സൗദി കൂടി 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ OIC മീറ്റടക്കം ഇസ്രായേലിൻ്റെ കരങ്ങളിലേക്ക് വരും. ആരാ? റഷ്യ അവരെ നയിക്കും. 3 വാക്യം കഴിയുമ്പോൾ ഇടവേള. എസെക്കിയേൽ 38, 15, 16. അങ്ങനെയെങ്കിൽ അന്തിമ യുദ്ധം വായിച്ചാട്ട് മോള്. എസെക്കിയേൽ 38, 15, 16 പടപടാ വായിച്ചാട്ടെ. ദേശത്തെ മറയ്ക്കേണ്ടതിന് വായിച്ചു തുടങ്ങിക്കോ. ദേശത്തെ മറയ്ക്കേണ്ടതിന്. എസെക്കിയേൽ 38, 15, 16. ഓരോ വാക്യം തീരുമ്പോൾ മക്കൾ പടപടാ എടുത്തോണം. അടുത്ത വാക്യങ്ങൾ. നീയും നിന്നോടുകൂടെ പല ജാതികളും. ഇസ്രായേലിനെതിരെ റഷ്യയും നിന്നോടുകൂടെയുള്ള പല ജാതികളും. വായിച്ചാട്ടെ. ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി. ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി. ഒരു മഹാസമൂഹവും. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, റഷ്യ, ചൈന, ഇറാൻ, ഇറാഖ് നേതൃത്വം കൊടുക്കും. വളരെ വായിച്ചാട്ടെ. മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്തു നിന്ന് തന്നെ സിറിയയിലെ ഗോലാനും കുന്നിൽ നിന്ന് ഇറങ്ങി വരും. അടുത്തത് വായിക്കാം. ദേശത്തെ മറയ്ക്കേണ്ടതിന് ഒരു മേഘം പോലെ നീ എന്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരും. കരമുയർത്തിയാട്ടെ. അന്തിമ യുദ്ധം ഇസ്രായേലിലേക്ക്. എന്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരും. അടുത്തത് ഗോഗേ. ഗോഗേ, അന്ത്യകാലത്ത് ജാതികൾ കാണുക. ഉലകം കാണുക. അന്ത്യകാലത്ത് ജാതികൾ കാണുക. ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുമ്പോൾ അവർ നിലവിളിക്കുന്ന അവർ എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എന്റെ ദേശത്തിന്റെ നേരെ ഇസ്രായേലിന്റെ നേരത്തെ ദേശത്തേക്ക് റഷ്യ അയക്കാൻ പോകുന്നു. അതാ അടുത്ത ദിവസങ്ങൾ നിങ്ങൾ ഈ കൺവെൻഷൻ കഴിഞ്ഞാൽ കാണും. പലസ്തീന്റെ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് ആരുമായിട്ട് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ട് ചർച്ച നടക്കാൻ പോകുന്നു. ഹമാസിന്റെ പോരാളികൾ റഷ്യ വിളിച്ചു കഴിഞ്ഞു. ഇറാനും ചൈനയും ഒരുമിക്കുന്നു. തുർക്കിയിലെ തൊയ്ബർദോഗൻ ഇന്നലെ രാത്രി പറഞ്ഞു, ഇസ്രായേൽ ഭീകര രാഷ്ട്രം അവനെ തുടച്ചു മാറ്റണമെങ്കിൽ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കൾ അന്തിമ യുദ്ധം ജെറുസലേമിലേക്ക് വരും. എന്ത് ജെറുസലേമിലേക്ക് വരും? ദാണ്ട് ഒരിക്കൽ കൂടി നിങ്ങളിത് ശ്രദ്ധിക്കണം. ദാണ്ട് ഇസ്രായേൽ ജൂതരാഷ്ട്രമെന്ന UN-നകത്ത് ഈ ജെറുസലേമിൻ്റെ വിഷയത്തിനകത്ത് ഒരു വീറ്റോ കൊണ്ടുവരും. അന്ന് പണമില്ലാതെ തകരുന്ന ഈ ഇംഗ്ലീഷ് രാഷ്ട്രങ്ങൾ വീഴുമ്പോൾ സകല രാജ്യങ്ങൾ റഷ്യയുടെ നേരെ ഒരുമിക്ക്. റഷ്യ ഇതിനെ നയിക്ക്. ഇതെവിടെ തുടങ്ങിയത് ചേച്ചി? അബ്രഹാമിൻ്റെ വീട്ടിൽ തുടങ്ങിയത്. ആരാ? ഇസഹാക്കും ഇസ്മായിലും. ഒരമ്മയുടെ ഉദരത്തിൽ 2 പേര്, യാക്കോബും ഏശാവും. അവസാനത്തെ സെമി നടന്നത് ഏലാ താഴ്വര, ദാവീദും ഗോലിയാത്തുമെങ്കിൽ അന്തിമ യുദ്ധം ഇസ്രായേലിലേക്ക്. അങ്ങനെയെങ്കിൽ മേഘം. എന്താ മേഘം? ഇസ്രായേലിന്റെ നേരെ വടിവാളും കുന്തമല്ല. മേഘത്തിന്റെ പ്രത്യേകത എന്താ? യുദ്ധവിമാനം ഇസ്രായേലിന് നേരെ കയറി വരും. എന്നാ വിമാനം കണ്ടുപിടിച്ചത്? 1903. കുഞ്ഞുങ്ങൾ എഴുതിക്കോ. 1904 അമേരിക്കയിലെ റൈറ്റ് സഹോദരന്മാർ ഇർബീൻ കണ്ടുപിടിച്ചത്. എന്നാൽ ഞങ്ങളുടെ ബൈബിളിനകത്ത് 2600 കൊല്ലം മുമ്പ് ഭക്തനായ എസെക്കിയേലോട് സ്വർഗം പറഞ്ഞു, റഷ്യയെ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് മേഘം. തിരുവനന്തപുരം ശംഖുമുഖത്ത് പോകണം. എയർ ഇന്ത്യ വെള്ള, എമിറേറ്റ്സ് ചുമപ്പ്, അത് കഴിഞ്ഞിട്ട് പാകിസ്ഥാൻ എയർവേസ് പച്ച, ഇൻഡിഗോ നീല. ശംഖുമുഖത്ത് തിരുവനന്തപുരത്ത് എയർ ഷോ ഉണ്ടായിരുന്നു. പണ്ട് യുദ്ധവിമാനം അതിൻ്റെ മേളിൽ പറക്ക്. ആ ഹെലികോപ്റ്ററിൻ്റെ യുദ്ധവിമാനത്തിൻ്റെ ചാരക്കള്ളറെങ്കിൽ അറ്റ്ലസുകാരൻ ഒരു സൈക്കിൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, ഹെർക്കുലീസ് ഒരു സൈക്കിൾ കറക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ബൈബിളിനകത്ത് എഴുതി, അന്ത്യദിനം വിമാനങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കും. കരമുയർത്തിയാട്ടെ. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. എവിടെയാ യുദ്ധം? യോവേൽ പ്രവചനം 3-ാം അധ്യായം 9-11. ഈ യുദ്ധം എവിടെ? യോവേൽ പ്രവചനം 3-9-11. ഇതിന്റെ പേരാ ഇസ്ലാമിക സമ്മേളനം. യോവേൽ 3-9-11. വായിച്ചിട്ട് മോളെ പടപടം. ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറവീൻ. അറബിലേക്ക് ഇപ്പൊ തന്നെ കൂടിക്കഴിഞ്ഞു. ജാതികളുടെ ഇടയിൽ വിളിച്ചു പറവീൻ. അടുത്ത വാക്ക് വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ. ആ വാക്കൊന്ന് നോട്ട് ചെയ്യണം. വിശുദ്ധ യുദ്ധം. അത് പറയുന്ന ലോകത്തിൽ ഒരു കമ്മ്യൂണിറ്റി ഉള്ളു. ഹൈന്ദവ സമൂഹമല്ല, ബുദ്ധ സമൂഹമല്ല, ക്രിസ്തു സമൂഹമല്ല, അല്ലെങ്കിൽ വേറെ ജൈനനല്ല. വിശുദ്ധ യുദ്ധം എന്ന് പറയുന്ന ഒരേ ഒരു വിഭാഗമേ ഉള്ളൂ, ഇസ്ലാം. അതിൻ്റെ പേരാ ജിഹാദ്. കണ്ടോ? ഹമാസ് ഈ ദിവസങ്ങളിൽ ആക്രമണം നടത്തിയപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ വിശുദ്ധ യുദ്ധം ആരംഭിച്ചു. എത്ര ക്ലിയറാ മക്കളെ. സാമ്പിൾ തുടങ്ങിയതേ ഉള്ളു. അന്ത്യദിനം വരാറ്. എവിടെ യുദ്ധം? ജാതികൾ. 11-ാമത്തെ വാക്യം. ബൈബിൾ പഠിച്ചുകൊണ്ടേ ഇറങ്ങാവൂ. ഇതെല്ലാവരും കേൾക്കുന്ന പ്രസംഗം, അതുകൊണ്ട് ക്ലിയർ കട്ട് ചെയ്യാൻ കൊടുക്കുന്നത്. 11-ാമത്തെ വാക്യം. ജാതികൾ ഉണർന്ന്. വായിച്ചിട്ട് മോളെ.
ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ. 21 രാഷ്ട്രങ്ങൾ കിടക്കുക മക്കളെ. ഈജിപ്റ്റ്, ജോർദാന്, യമന്, എത്യോപ്യ എല്ലാം അവിടെ കിടപ്പുണ്ട്. അവരെല്ലാം യവന് നേരെ എഴുന്നേൽക്കും. ചുറ്റുമുള്ള സകല ജാതികളുമേ വായിച്ചോട്ടെ. ബദ്ധപ്പെട്ട് വന്നുകൂടുവിൻ. യഹോവേ അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറങ്ങുമാറാക്കണം. യഹോവേ അവിടേക്ക് നിന്റെ വീരന്മാർ ഇറങ്ങുമാറാകട്ടെ. അടുത്ത വാക്ക് ജാതികൾ ഉണർന്ന് യഹോശാഫാത്ത് താഴ്വരയിലേക്ക് പുറപ്പെട്ടു. കരമുയർത്തിയാട്ടെ. ഇവിടെ വെച്ച അന്തിമ യുദ്ധം. ജാതികൾ ഉണർന്ന് ജെറുസലേമിനോട് ചേരാനുള്ള യഹോശാഫാത്ത് താഴ്വരയിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം. ഒരു അന്തിമ യുദ്ധത്തിന്റെ മണിനാഥ് യഹോശാഫാത്ത് താഴ്വരയിൽ മുഴങ്ങുന്നതിന് മുമ്പ് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. മലയങ്കാവ് കാലം സമീപമായി. ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവ. നാഥന്റെ വാക്കിന്റെ പ്രവചന ധ്വനികൾ ഇന്ന് രാത്രി ഇവിടെ മുഴങ്ങുമ്പോൾ അകത്തളത്തിനകത്ത് രക്ഷയുടെ ടിക്കറ്റ് നേടിയ ദൈവമക്കറിയാം. അതാരംഭിക്കുന്നതിന് മുമ്പ് തൻ്റെ കൂടാരത്തിലേക്ക് തൻ്റെ മക്കളെ ചേർക്കാൻ മഹിമയുടെ സിംഹാസനത്തിൽ നാഥന്റെ കാഹളം വെളിപ്പെടാറായി. ഇസ്രായേലേ ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അന്നൊരു സംഭവം നടക്കുക. ആ 2 വാക്യം വായിക്കുമ്പോൾ നിർത്താം. സെക്കരിയ പ്രവചനം 12:9-10. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ റഷ്യയും ചൈനയും കൂടി വന്നാൽ യഹൂദൻ അനങ്ങാൻ പറ്റത്തില്ല. അവൻ്റെ അയണ്ടവും അനങ്ങത്തില്ല. അവൻ നിലവിളിക്കുന്ന ഒരു ദിനം വരാറായി. ആ ദിനത്തിലേക്ക് കടക്കാം. വായിക്കാൻ സെക്കരിയ പ്രവചനം 12:9-10 വാക്യങ്ങൾ. അന്നാളിൽ ഞാൻ യെരുശലേമിന്റെ റഷ്യയുടെ നേതൃത്വത്തിൽ ജെറുസലേമിന്റെ നേരെ വരുന്ന സകല ജാതികളെയും നശിപ്പിപ്പാൻ നോക്കും. സ്വർഗം നശിപ്പിപ്പാൻ നോക്കും. അടുത്ത വാക്ക് ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും. ഇന്ന് ലോകം പറഞ്ഞാൽ കേൾക്കാത്ത ഈ യഹൂദൻ അവൻ നിലവിളിക്കുമെന്ന് നാട്ടുകാരും കേൾക്കട്ടെ. ലോകം പറഞ്ഞാൽ കേൾക്കാത്ത യഹൂദൻ നിലവിളിക്കും. വായിച്ചട്ടെ. യെരൂശലേം നിവാസികളുടെയും മേളിൽ കൃപയുടെയും. വായിച്ചട്ടെ മോളെ. യാചനകളുടെയും ആത്മാവിനെ പകരും. അടുത്ത വാക്ക് അവർ തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. അടുത്ത വാക്ക് ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നു. കരമുയർത്തിയാട്ടെ. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പീലാത്തോസിന്റെ അരമനയിൽ വെച്ച് 2 കൂടുകളിൽ ഒന്ന് യേശു ബറബാസ്. യഹൂദ പരീക്ഷകൾ പറഞ്ഞു അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. യേശു പറഞ്ഞു ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല. ഇന്ന് രാത്രി സത്യവചന ചങ്കിനകത്ത് കോറിയിട്ട് ഇതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോകാവൂ. അങ്ങനെയെങ്കിൽ അന്ത്യദിനത്തിൽ അവർ കുത്തിയവങ്കിലേക്ക് നോക്ക്. കാൽവരിയുടെ കൊലക്കള സൈന്യാധിപന്റെ കരങ്ങളിൽ നിന്ന് കുന്തമെടുത്ത് പടയാളി എൻ്റെ യേശുവിൻ്റെ ചങ്കിനകത്ത് കുത്തിയപ്പോൾ 5 ലിറ്റർ രക്തവും വെള്ളം ഒഴിയെങ്കിൽ ആ കുത്തിയവങ്കിലേക്ക് നോക്കും. ആര്? യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ കർത്താവ് വെളിപ്പെട്ടു വരും. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സത്യപ്രവചനമേ കേൾക്കാവൂ. യഹൂദൻ നിലവിളിക്കുമ്പോൾ അവൻ്റെ കാലുകൾ ഇന്ന് രാത്രി അവൻ നമ്മെ ഒരു നാളും കൈവിടുമോ? ഇല്ല. പൗലോസ് പറഞ്ഞ എബ്രായർ അവൻ എന്നെ കൈവിടത്തില്ല. ഇസ്രായേലിനെ അവൻ മറക്കുമോ? യഹൂദ ഗോത്രത്തിനകത്ത് ഏകദേശം 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ. ഇന്ന് ഇസ്ലാമിൻ്റെ ജനസംഖ്യ 200 കോടിയിൽ കൂടി കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ 1 കോടി പേരെ ഇസ്രായേലിലുള്ള. ഇന്ത്യക്കാരും അമേരിക്കക്കാരും ചെല്ലാൻ പറ്റത്തില്ല. അറബ് രാജ്യങ്ങൾ മുഴുവൻ അവൻ്റെ നേരെ വരുമ്പോൾ ഇസ്രായേലിൻ്റെ പാളയത്തിനകത്തൊരു നിലവിളി ഉയരും. ആദ്യ ജാതനെ ചൊല്ലി നിലവിളിക്കുന്നത് പോലെ. അങ്ങനെയെങ്കിൽ നിലവിളിയുടെ നടുവിൽ ദൈവകരം വെളിപ്പെടുമോ? എൻ്റെ പ്രവചനത്തിൻ്റെ സൂക്തങ്ങൾ ഇവിടെ കേൾക്കണം. കണ്ടോണേ. ഇവിടെ കാരക്കോണത്ത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ മെഡിക്കൽ കോളേജുണ്ട്, വെള്ളറടയുണ്ട്. അവിടെ ഇഷ്ടംപോലെ ലാബുകളുണ്ട്. അതിനകത്ത് മനുഷ്യൻ്റെ കണ്ണ്, കാല്, കയ്യ്, ഇന്ന് ഹെയർ, സ്കിന്ന്, അത് കഴിഞ്ഞ് DNA. യഹോവ സാക്ഷികളിൽ ഒരു അമ്മച്ചി മരിച്ചപ്പോൾ DNA വഴി ടെസ്റ്റ് ചെയ്ത് കണ്ടെടുത്തു. നിങ്ങൾ കാരക്കോളം ജംഗ്ഷനിൽ സിയോൻ ലാബും ഉണ്ട്, നമ്മളറിയുന്ന കുഞ്ഞുങ്ങൾ നടത്തുന്ന അവിടെയും. അവിടെ ചെന്നിട്ട് കണ്ണുനീര് ടെസ്റ്റ് ചെയ്യുമെന്ന് ചോദിക്കണം. അവർ പറയും നവാർ. എന്നാൽ ഇന്ന് രാത്രി ദൈവമക്കളുടെ കണ്ണുനീര് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലാബിനെ ഞങ്ങൾ മലയങ്കാവിൽ പരിചയപ്പെടുത്തുന്നു. അതത്രേ ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകിരിയിൽ. ആ ലാബിൻ്റെ പ്രത്യേകത അവിടെ ലോക്ക്ഡൗൺ ഇല്ല, ക്വാറന്റൈൻ ഇല്ല. അത് 7 ദിവസം വർക്ക് ചെയ്യുന്നു, 365 ദിവസം. ഓക്കെ. അങ്ങനെയെങ്കിൽ ആ ലാഭ ബഹുമാന്യനാം ആചാര്യനായി വാനിൽ അവൻ വാഴുകയാൽ പഴയ നിയമത്തിൻ്റെ വിമോചകനായ മോശ കേൾക്കണം. എബ്രായ കുടിലിനകത്ത് വളർന്നപ്പോൾ അവന് വേണ്ടി എന്താ കൊണ്ടുവന്നത്? കുള്ളാരെ കൊല്ലാൻ പദ്ധതി വെച്ചു. ഇന്ന് രാത്രി ആ കുഞ്ഞിനെ അവർ ഞാങ്ങണ പെട്ടകത്തിനകത്തോട്ട് കയറ്റിവിട്ടു. വചനമകത്തളങ്ങളിൽ കയറട്ടെ. മോശയുടെ പെങ്ങളും അമ്മയും കൂടെ കരയ്ക്ക് നിൽക്കുക. എവിടെ പോകുന്നതെന്നറിയാം. പെട്ടകം മറിയാൻ തുടങ്ങി. മറിഞ്ഞ്
പറഞ്ഞു കൊടുത്തപ്പോൾ കുഞ്ഞിൻ്റെ നിലവിളി പെട്ടകത്തിനകത്ത് ആരുമില്ല. ഒരു മുലപ്പാൽ കൊടുത്ത് ഉറങ്ങിയ കുഞ്ഞിൻ്റെ നിലവിളി എവിടെ എത്തി? അത്യുന്നതൻ്റെ കരങ്ങളിലെത്തി. എവിടെ? ഫറവോൻ്റെ കൊട്ടാരത്തിനകത്ത് ഫറവോൻ്റെ പുത്രിയോട് സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഇറങ്ങി വരണം. ആര് വന്നു? ആര് മോശക്കുഞ്ഞിനെതിരെ കൽപ്പന എഴുതിയോ അവൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഫറവോൻ്റെ പുത്രിയെ കുളിക്കടവിൽ അയച്ചെങ്കിൽ ഇസ്രായേൽ പാളയത്തിനകത്ത് നിലവിളിയുടെ നടുവിൽ യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ. സ്വോത്രം. ഈ രാത്രി നിങ്ങൾ വചനം കേട്ടോണ്ട് ഇതിനകത്ത് നിന്ന് എഴുന്നേൽക്കാവൂ. എന്താ? ആ പെട്ടകത്തെ എടുത്തു, വീട്ടിൽ കൊണ്ടുവന്നു. മോശ എവിടെ കിടന്നു? ഫറവോൻ്റെ കൊട്ടാരത്തിനകത്ത്. ആര് നിനക്കെതിരെ കൽപ്പന എഴുതിയോ അവൻ്റെ കൊട്ടാരത്തിനകത്ത് പൊന്നുപോലെ പാർക്കുവാൻ ദൈവത്തിൻ്റെ കരമിറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി പറയണ, എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. ലോകത്തിലെ പുസ്തകങ്ങൾ മുഴുവൻ വായിച്ചാലും ഒരമ്മ തൻ്റെ കുഞ്ഞിന് മുലപ്പാൽ കൊടുത്ത് ശമ്പളം മേടിച്ചതുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിളിനകത്ത് മാത്രം 9 മാസവും 9 ദിവസവും 9 വിനാഴിക നൊന്ത് പ്രസവിച്ച കുഞ്ഞിന് മുലപ്പാൽ കൊടുത്ത് ശമ്പളം വാങ്ങിച്ചു. ഇന്ന് രാത്രി ആരാ? നമ്മുടെ ദൈവം. സ്തോത്രം. ഇവിടെ വെള്ളറടയ്ക്കടുത്ത് പുഴയുണ്ട്, അല്ലെങ്കിൽ ചിറ്റൂരോട്ട് പോകുന്ന സ്ഥലത്തുണ്ട്, അല്ലെന്നുണ്ട് നെയ്യാറിലുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ മക്കൾ അവിടെ കുളിക്കാൻ വരുമോ? സഖാവ് പിണറായി വിജയൻ്റെ മക്കൾ വരുമോ? ഉമ്മൻചാണ്ടി സാറിൻ്റെ മക്കൾ വരുമോ? ഇല്ല. എന്നാൽ വാഗ്ദത്തമുള്ളവൻ, ചെങ്കടലിനെ വിഭജിക്കേണ്ടവൻ, സ്വർഗത്തിൻ്റെ വാഗ്ദത്തമുള്ളവൻ ഏത് ചെങ്കടലിൽ കടന്നാലും അവനെ പൊക്കിയെടുക്കുവാൻ അടകാരഗത ബൗഡാരീകാരാധ ഇന്ന് രാത്രി പറ, അന്തപുരത്തിനകത്ത് സർവശക്തന്റെ കാരം ഇറങ്ങി വരും. ഇതാ വചനത്തിൻ്റെ ധ്വനി. സ്വോത്രം. ഇസ്രായേൽ മക്കൾ നിലവിളിക്കുമ്പോൾ ഒരു സംഭവം ഇവിടെ ഉണ്ടാകും. ഇടവേളയിലേക്ക് അന്ന് സക്കറിയ പ്രവചനം 14:4-5. അത് കഴിഞ്ഞാൽ 20 മിനിറ്റ് ഉണ്ട്, അവസാനിക്കും. സ്വോത്രം. സക്കറിയ പ്രവചനം 14:4-5 വായിച്ചാട്ട് മോളെ, പടപടാ വായിച്ചാട്ട്. സക്കറിയ 14:4-5. അന്നാളിൽ അവന്റെ കാൽ. ബൈബിളുള്ളവരെല്ലാം തുറന്നാട്ടെ. ഇതാ അന്തിമ യുദ്ധം. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവ് മലയിൽ നിൽക്കും. ആ ഒലിവ് മലയിൽ നിൽക്കും. അടുത്ത വാക്ക്, ഒലിവ് മല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഒലിവ് മല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളരും. ഇന്ന് രാത്രി എഴുതിക്കോ, 7000 കിലോമീറ്റർ ഒരു ഭൂകമ്പം നടക്കാൻ പോവാ. ബാക്കി വായിച്ചാട്ടെ, ബാക്കി വായിച്ചോ മോളെ. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. അതാ ഒരു താഴ്വര ഉളവായി വരും. അടുത്ത വാക്ക്, മലയുടെ ഒരു പാതി വടക്കോട്ടും ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. മറ്റേ പാതി തെക്കോട്ടും. അതിന്റെ അപ്പുറത്തൊരു സ്ഥലമുണ്ട്, മൊസാംബിക്ക്. ആഫ്രിക്കയിലെ മൊസാംബിക്ക് വരെ ഈ പിളരുവെന്ന്. അടുത്ത വാക്ക്, അടുത്ത വാക്ക് കൂടെ വായിച്ചാട്ടെ മോളെ. എന്നാൽ മലകളുടെ താഴ്വര ആസൽ വരെ മതി. ആസല ഇന്ന് സൗത്ത് ആഫ്രിക്കയിലെ മൊസാംബിക്ക്. 7000 കിലോമീറ്റർ. ലോകം ഇതുവരെ കാണാത്തൊരു ഭൂകമ്പം വരാൻ പോകുന്നു 3-ാം ലോക മഹായുദ്ധത്തിൽ. ഇറാഖ് മുതൽ ആഫ്രിക്ക വരെ 7000 കിലോമീറ്റർ ഭൂമി നെടുകെ പിളരും, വടക്കോട്ടും കിഴക്കോട്ടും. ഒരു കാര്യം ഇന്ന് രാത്രി കേൾക്കണമേ. 2009 1965 ഒരു റിസോർട്ട് പണിഞ്ഞത് എവിടെ? ഒലിവുമല 7 ആർച്ച്. അതിപ്പോഴും ഉണ്ട്. 2009 ഫ്രാൻസിലെയും ബ്രിട്ടനിലെയും ഒരു കമ്പനി വന്നു. ആ കമ്പനിയുടെ പേര് ഷെറാട്ടൺ. അവരവിടെ ഒരു ഹോട്ടൽ പണിയാൻ ക്ലിയറാക്കി. കാരക്കോണത്ത് ബിൽഡിംഗ് പണിയുമ്പോൾ രാത്രി അവിടെ പൈലിംഗ് ടിക്ക് ടിക്ക് ടിക്ക്. എത്ര പൈൽ ചെയ്തിട്ടാണ് വലിയ ബിൽഡിംഗ് വരുന്നതെന്നറിയാം. പക്ഷേ മലയങ്കാവി ഒരു വീട് പണിയാൻ ആശാരി JCB കുറ്റിയടിച്ചാൽ മതി. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഒലിവുമലയുടെ അടിവാരം 2009 അവർ പൈൽ ചെയ്ത് നോക്കിയപ്പോൾ അത് പിളർന്നിരിക്കുന്നു. സംഭവം ഇസ്രായേലാ. അവർ വെറും പുള്ളികളല്ല. അവർ നമ്മുടെ രോഗികളുടെ വായിൽ ഇടുന്ന ഒരു സാധനം ഇട്ടുനോക്കി. നമ്മുടെ ഇവിടെ കരക്കോണത്ത് പിന്നെ നമ്മുടെ എൻഡോസ്കോപ്പി ഒരു ക്യാമറ ഇറക്കി നോക്കിയപ്പോൾ അടിയിൽ മൂളൽ. അവർ ഫ്രാൻസുകാരോട് പറഞ്ഞു, രക്ഷയിൽ ഇവിടെ പണിയാൻ പറ്റത്തില്ല. ആ എൻഡോസ്കോപ്പിയുടെ കാര്യം പറഞ്ഞപ്പോൾ കാരക്കോണത്തുകാരെടുത്തൊരു കാര്യം പറഞ്ഞു. 3 കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച ഇസ്രായേലാണ്. ഒന്നാമത്തത് ഡ്രോൺ. അങ്ങനെ കേട്ടവർ കരമുയർത്താം. ഡ്രോൺ. രണ്ടാമത്തത് അവൻ്റെ ജൂനിയർ വന്നു. അവൻ്റെ പേരാണ് ഹെലിക്യാം. കേട്ടവർ വല്ലതും ഉണ്ടോ? നിങ്ങൾ മലയങ്കാവ് കല്യാണത്തിന് പോകുമ്പോൾ നമ്മുടെ മേളിൽ പറഞ്ഞിട്ട് ചേട്ടൻ ചപ്പാത്തി നിന്ന് കമ്പ്യൂട്ടർ കൊണ്ടുവരത്തില്ലേ? സ്വോത്രം. വയറുമില്ല കയറുമില്ല അമ്മാമ്മ. കര ഉയരുന്നില്ലല്ലോ ടെക്നോളജി. കോട്ടയം ഭാഷയെ പറഞ്ഞാൽ കറിയാച്ചാൻ, തോമാച്ചായ്, ഇനി വരാൻ പോകുന്ന ശമുവേലച്ചായ്. അവൻ്റെ പേര് ഇന്ത്യൻ പ്രധാനമന്ത്രി കൊണ്ടുവരാൻ പോകുന്ന പെൽക്യാം. 1 ഡ്രോൺ, 2 ഹെലിക്യാം, 3 പെൽക്യാം. പെൽക്യാം ഒരു ഗുളിക അമ്മാമ്മ. ഒരു വയറ്റി 24 കിടക്കട്ടെന്ന്. സ്വോത്രം. പെൽക്യാം അകത്തിട്ടപ്പോൾ ഡോക്ടർ ലാപ്ടോപ്പ് നോക്കിയപ്പോൾ അതിനകത്ത് ബാർകോഡ് ലാപ്ടോപ്പിൽ തെളിഞ്ഞു വന്നു. 2 കൂടെ കണക്ട് ചെയ്ത് ഇച്ചിരി കഴിഞ്ഞപ്പോൾ ചന്ദ്രൻ ചേട്ടൻ്റെ കഴുത്ത് മുതൽ താഴെ വരെ സ്കാൻ
ദാണ്ട കിടക്കുന്ന സ്വോത്രം. എലിക്കാമ കല്യാണത്തിന് ചിന്നമാമ ചപ്പാത്തി തിന്നത് താഴെ പിടിച്ചോളം കൊടുത്തെന്ന് സ്വോത്രം. ഇതാ എൻ്റെ മലയാളം. ഉടനെ പൊന്നപ്പൻ ചേട്ടൻ്റെ വയറ്റി പവിത്രണ്ണ കരളുമില്ല കൂമ്പുമില്ല. പൊന്നപ്പനോട് ചോദിച്ചു ഏത് ബ്രാൻഡാണ് അടിക്കുന്ന, റമ്മാണോ ജവാനാണെന്ന് സ്വോത്രം. ദാ കിടക്കുന്ന ഇതിൻ്റെ പേരാ ദാ വരുന്ന ഇസ്രായേലിനെ കണ്ടുപിടുത്തം പെൽക്കാം സ്വോത്രം. അതുകൊണ്ടാ മോഡി സാറ് പറയുന്നത് അണ്ണാ ഞാൻ എങ്ക പക്കം ഇരിക്കുന്നത് സ്വോത്രം. ഇതെല്ലാം അവിടെ വരാൻ പോവാ. അതുകൊണ്ട് MRI മൾട്ടി സ്ലൈഡ് സ്കാനിനൊന്നും പിള്ളേരെ വിടല്ലേ. ഇസ്രായേലിലെ ഗുളിക വരാൻ പോകുന്നു. ഏകദേശം 1.5 ഗ്രാമേ ഉള്ളു. ഒറ്റയടി ചെന്നപ്പൻ ചേട്ടൻ്റെ വയറും കരലും കൂമ്പും എല്ലാം കാണാം സ്വോത്രം. MRI വേണ്ട, മൾട്ടി സ്ലൈഡ് വേണ്ട. അപ്പം തന്നെ താണ്ടി ഈ ലാപ്ടോപ്പിൽ നിന്ന് സ്ക്രീൻ എടുത്ത് ഇഞ്ഞ് കൊണ്ടുവരാം. ഒരു CD കിട്ടും അവിടെ പോയാലും സ്വോത്രം. മയക്കും വേണ്ട. അത്രയും കണ്ടുപിടുത്ത യഹൂദൻ കണ്ടുപിടിക്കുന്നത്. യവൻ യാക്കോബിൻ്റെ കൊച്ചുമോൻ ആ മക്കളെ ആട്ടിൻ്റെ കളർ മാറ്റിയവൻ്റെ മക്കളാ. സന്തോഷമില്ലല്ലോ? മിണ്ടുന്നില്ലല്ലോ. ആടിൻ്റെ കളർ മാറ്റിയതാര്? സിനിമാ നടൻ ദിലീപൊന്നുമല്ല. ആട് വെള്ളം കുടിക്കാൻ വന്നപ്പം പണ്ടത്തെ കാലത്ത് പുന്നപടി ഞെരിഞ്ഞിൽ പടി ഇട്ട് കലക്കി കൊടുത്ത് കളർ മാറ്റിയ പുള്ളിയുടെ കൊച്ചുമക്കളാ സ്വോത്രം. അതുകൊണ്ട് അബ്രഹാമിനോട് പറഞ്ഞ സകല മാനവും മൊത്തം നിന്റെ മക്കൾക്കാണ്. ചുമ്മാതല്ല. മോഡി സാറൊക്കെ ഭയങ്കര ബുദ്ധിമാൻ. അത് കണ്ടിട്ട് പണ്ട് പവിത്രൻ ചേട്ടൻ ഞാനായിരുന്നു ഈ പറക്കംകാർ പ്രസംഗിച്ചത്. നിങ്ങൾ ഒത്തിരി പേരെൻ്റെ സ്റ്റേജിൽ കേട്ടിട്ടുണ്ട്. അന്ന് ആരാണ്ട് പറഞ്ഞ് പാസ്റ്റർ എന്തോ തലയ്ക്ക് ചൂടാന്ന് സ്വോത്രം. യെരുശലേം ഈ പറക്കംകാർ ഉടനെ സ്റ്റാർട്ടാവാൻ പോകുന്നു. ഉപദേശിമാരുണ്ട് ബുക്ക് ചെയ്താൽ 75 ലക്ഷമേ ഉള്ളൂ. ഇന്നോവ വേണ്ട പറക്കംകാർ സ്വോത്രം. അതും വരാൻ പോകുന്നു. അത്തി തളിർത്തു കൊമ്പിളതായി വേനലടുത്തു. കരമുയരുന്നില്ലല്ലോ. ഇന്ന് രാത്രി ഇതാ സത്യവചനം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കേട്ടോ, അവൻ്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടുമ്പോൾ 7000 കിലോമീറ്റർ ഒലിവുമല പിളരും. ഇടവേളയിലേക്ക് 20 മിനിറ്റ് കൂടി ബാക്കി. ഇന്ന് രാത്രി ദൈവകുഞ്ഞുങ്ങൾ ഈ ഭാഗം ശ്രദ്ധിക്കണം. 1, ആയിരക്കണക്കിന് വിമാനങ്ങൾ ഇസ്രയേലിൻ്റെ മുകളിൽ വരും. 2, യഹൂദൻ നിലവിളിക്കും. 3, അവർ കുത്തിയവങ്കലേക്ക് നോക്കി കരയും. ആ ശബ്ദം അവിടെ നടക്കുമ്പോൾ ഇവിടെ ഒരു ശബ്ദം അതിനു മുമ്പ് നടക്കും. അതിൻ്റെ പേരാ കർത്താവ് തൻ ഗംഭീരനാദം. കരമുയർത്തിയാട്ടെ. പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുക. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽപ്പാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ജെറുസലേം പരിഭ്രമപാത്രം, ഭാരമുള്ള കല്ല്. സകല ജാതികൾ വിരോധമായി കൂടി വരും. മുറിവ് കൂടി പറയുമ്പോൾ ഇന്ന് രാത്രി അവസാനിക്കും. മക്കളെ, ആ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് കാൽവറിയിലെ രക്തത്താൽ കടികൾ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ കോടാനുകോടി ദൂതന്മാരുമായി എൻ്റെ നാഥൻ മധ്യാകാശത്തിൽ വരാറായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക.